السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറെ പുണ്യമെന്ന് പഠിപ്പിച്ചു തന്ന ഉംറയെ കുറിച്ചാണ് കഴിഞ്ഞ 2 ദർസുകളിൽ അല്ലെങ്കിൽ 3 ദർസുകളിലായി നാം സംസാരിച്ചു വരുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ. അവസാനത്തെ ഉംറയുടെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ കേൾക്കുവാനും ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മക്കയിൽ പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് മുറാജഅ ചെയ്യുന്നത് ഒന്നുകിൽ വരുന്ന ദർസിലേക്ക് മാറ്റിവെക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ദർസിന്റെ അവസാനത്തിൽ മുറാജഅ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മൊത്തത്തിൽ ആദ്യമായി നമ്മൾ പറഞ്ഞത് റജബ് മാസത്തിലെ ഉംറ പുണ്യമുള്ളതാണ്. അത് സഹാബത്തിന്റെ ആധാറുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാം പറഞ്ഞ മറ്റു വിഷയങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ആദാബുകളാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറാജഅ ചെയ്യാം. സഹാബികളിൽ ഏത് സഹാബിയാണ് റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് നമ്മൾ പറഞ്ഞത്? സലാം നഅം അഹ്സൻത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു എന്ന് ഖല്ലാൽ അദ്ദേഹത്തിന്റെ ഫളായിലു ഷഹ്രി റജബ് എന്ന കിതാബിൽ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ? അദ്ദേഹത്തിന്റെ മകൻ. നമ്മൾ വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണത്? അഹ്സൻത് വഫഖകല്ലാഹ്. അൽ ഫുഖഹാഉ സബഈൽ പെട്ട ആളുകളിൽ ഒരാളാണ് സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റഹിമഹുല്ലാഹു തആല. അപ്രകാരം തന്നെ റജബ് മാസത്തിൽ ഉംറ ചെയ്ത മറ്റൊരു സഹാബിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നെ താബിഈങ്ങളിലും ധാരാളം ആളുകളെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ റജബ് മാസത്തിൽ ഉംറ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുൻകാലഘട്ടത്തിലെ ഉലമാക്കൾ പറയാത്ത കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണെന്ന് പറയുന്നതിനെ എതിർത്തതായി അദ്ദേഹത്തിന്റെ ബുലൂഗുൽ മറാമിന്റെ ഷറഹിലുള്ളതായും നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ മസ്അല, കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ച വിഷയം എപ്പോഴാണ് തൽബിയത്ത് നിർത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ ഉംറക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് തൽബിയത്ത് നിർത്തേണ്ടത്? സഹാബികളിൽ നിന്ന് 2 തരത്തിലാണ് അത് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന്, ഹറമിന്റെ പരിധിയിലെത്തിയാൽ. രണ്ടാമത്തെ തവാഫ് ആരംഭിക്കുമ്പോൾ. ഹറമിന്റെ പരിധിയിലെത്തിയാൽ നിർത്തണം എന്ന് പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ ഏത് സഹാബിയാണ് അങ്ങനെ നിർത്താറുള്ളത്? അഹ്സൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. തവാഫ് തുടങ്ങുമ്പോഴാണ് നിർത്തേണ്ടത് എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. വഫഖകുമുല്ലാഹ്. പിന്നീട് നാം പറഞ്ഞ വിഷയം മക്കയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദാബുകളാണ്. അതിൽ ഒന്നാമത്തേത് ഒരു അദബ് എന്താണ്? ഓർമ്മയുള്ള കാര്യങ്ങൾ പറഞ്ഞോ. മക്കയുടെ ഉയർന്ന പ്രദേശങ്ങളിലൂടെ മക്കയിൽ പ്രവേശിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവേശിച്ചതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇന്നത്തെ അല്ലെങ്കിൽ കദ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചത്. അതുപോലെ തന്നെ മക്കയിൽ കയറുമ്പോൾ കുളിക്കുന്നത് സുന്നത്താണെന്ന് പറഞ്ഞു. മക്കയിൽ കയറുമ്പോൾ പകൽ സമയങ്ങളിൽ പ്രവേശിക്കുന്നത് സുന്നത്താണെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചയിൽ നമുക്ക് എന്തായാലും എക്സാം നടത്തണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം പെട്ടെന്ന് പോകാം, കാരണം ഇന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്രകാരം നാം പറഞ്ഞ കാര്യമാണ്, ഹറമിലേക്ക് കയറി കഴിഞ്ഞാൽ കഅബ കണ്ടാൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പ്രാർത്ഥനയാണ് പറയാറുള്ളത്? അഹ്സൻതും. അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ഇമാം ബൈഹഖിയും ഇബ്നു അബി ഷൈബയും ഉദ്ധരിക്കുന്ന അഥറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്
മക്കയിൽ കയറിയാൽ അല്ലെങ്കിൽ കഅബ കണ്ടു കഴിഞ്ഞാൽ കൈ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളതും സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നെ നാം പറഞ്ഞ ഒരു കാര്യമാണ്, കഅബയിലേക്ക് നോക്കുക എന്നത് തന്നെ പുണ്യമാണെന്ന് ചില താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും 2 താബിഈങ്ങളുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ആരൊക്കെയാണ്? ഇബ്നു ഏതൊക്കെ താബിഈങ്ങളാ? അഹ്സൻത വഫഖകല്ലാഹ്. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാഹ്. അതാ ഇബ്നു അബി റബാഹ് അദ്ദേഹം ആരുടെ വിദ്യാർത്ഥിയാണ്? നമ്മൾ പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ. അദ്ദേഹത്തിന് ഹജ്ജിലും ഉംറയിലുമുള്ള പ്രത്യേകത എന്താണ്? അമീറുൽ ഹജ്ജ് ആയിരുന്നു. അദ്ദേഹം അമീറുൽ ഹജ്ജ് ആയിരുന്നു. അഥവാ ആ കാലഘട്ടത്തിൽ ഹജ്ജിന് ഫത്വ നൽകാറുള്ളത് മഹാനായ അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ളയാണ്. അപ്രകാരം തന്നെ രണ്ടാമതായി നമ്മൾ പറഞ്ഞ മറ്റൊരു താബിഈയാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ അസ്വദ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വിദ്യാർത്ഥിയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വിദ്യാർത്ഥിയാണ്. ഇതാണ് മക്കയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ചില കാര്യങ്ങൾ. ഇതോടുകൂടി ഒന്നാമത്തെ റുക്ന് കഴിയുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇഹ്റാം, പിന്നെ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വരാനുള്ളത് രണ്ടാമത്തെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ മറ്റൊരു കാര്യം രണ്ടാമത്തെ റുക്നായ തവാഫിനെ കുറിച്ചാണ്. തവാഫ് നാം കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദ് മുതലാണ്. നമുക്ക് എല്ലാവർക്കും അതറിയാം. പിന്നെ ഹജറുൽ അസ്വദിന്റെ മഹത്വം, ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് സ്പർശിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത് ശറഅ പഠിപ്പിക്കുന്ന നിലയിൽ അതിന് ഇസ്തിലാം ചെയ്യുന്നവർ അത് തൊടുക, അതല്ലെങ്കിൽ അതിന് നേരെ ആംഗ്യം കാണിക്കുക, അവർക്ക് വേണ്ടി അത് അള്ളാഹുവിനരികിൽ സാക്ഷ്യം പറയും എന്നതിനെ കുറിച്ച് നാം പറഞ്ഞു. അപ്രകാരം അത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്ന കല്ലാണ് എന്നതിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അവസാനമായി കഴിഞ്ഞ ദർസിൽ നാം നിർത്തിയ വിഷയം ഹജറുൽ അസ്വദിനെ ഇസ്തിലാം ചെയ്യുന്നതിന്റെ വ്യത്യസ്ത മറാത്തിബുകളാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന ദർസിന്റെ വിഷയങ്ങൾ നാം ശ്രദ്ധിക്കുക. നാം തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നാണ്. അതിന്റെ ഹജറുൽ അസ്വദിന്റെ 5 മറാത്തിബുകൾ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തേത്, ഏറ്റവും പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് അതിന് മുകളിൽ നെറ്റിവെക്കുക എന്നുള്ളതാണ്. ഹജറുൽ അസ്വദിന്റെ മുകളിൽ നെറ്റിവെക്കുക. അത് ഏത് സഹാബിയാണ് ചെയ്തിട്ടുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഹജറുൽ അസ്വദിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കുക. അതിനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഹജറുൽ അസ്വദ് സ്പർശിക്കുകയും നമ്മുടെ കൈ ചുംബിക്കുകയും ചെയ്യുക. അതിനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ, ഒരു വടിയോ അല്ലെങ്കിൽ വസ്ത്രമോ എന്തെങ്കിലും നമുക്കത് സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ അത് സ്പർശിച്ചിട്ട് ആ ഭാഗം നാം ചുംബിക്കുക. അതിനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദൂരെ നിന്ന് ആംഗ്യം കാണിക്കുക. ഇതാണ് ഹജറുൽ അസ്വദിന്റെ മറാത്തിബുകൾ കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചിരിക്കുന്ന വിഷയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദർസിൽ നാം പറയാതെ വിട്ടുപോയ ഒരു കാര്യം, ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുക എന്ന് പറയുമ്പോൾ, ഹജറുൽ അസ്വദിന് നേരെ നമ്മൾ സ്പർശിക്കാനും മുത്താനൊന്നും പറ്റുന്നില്ലെങ്കിൽ ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞു. ആംഗ്യം കാണിക്കുമ്പോൾ ഏത് കൈകൾ കൊണ്ടാണ് ആംഗ്യം കാണിക്കേണ്ടത്? വലത് കൈ കൊണ്ട് മാത്രം. ചില ആളുകൾ 2 കൈയും ഉയർത്തും. അത് ശരിയല്ല, അങ്ങനെ നുസൂസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ഒരു കൈ മാത്രമാണ് ഹജറുൽ അസ്വദിന് നേരെ ഉയർത്തേണ്ടത്. അത് ഏത് കൈയാണ്? വലത് കൈ മാത്രമാണ്. ഇടത് കൈ ഉയർത്തുക എന്ന് പറയുന്നത് അതിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കാരണം ശറഇൽ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ ഏതൊരു കാര്യത്തെ ബഹുമാനിക്കുന്നു എങ്കിൽ അവിടെ വലതു ഭാഗം മുന്തിക്കാൻ വേണ്ടി ശറഅ കൽപ്പിക്കും. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഒരു കാര്യത്തെ ബഹുമാന സൂചകമായി നാം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലതു ഭാഗം മുന്തിക്കാൻ ശറഅ അവിടെ പറയും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മസ്ജിദിലേക്ക് കയറുമ്പോൾ വലത് കാലാണ് മുന്തിക്കേണ്ടത്.
എന്നാൽ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കുന്നത്. കാരണം എന്താണ്? മകാരിമുകളിൽ, നന്മകളിൽ, നല്ല കാര്യങ്ങളിൽ എപ്പോഴും വലതു ഭാഗം മുന്തിക്കുക എന്നുള്ളത് ശറഇന്റെ പൊതുവായ ആദാബാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വലതു ഭാഗം മുന്തിക്കുന്നത് ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ബാറക്കല്ലാഹു ഫീക്കും, ഹജറുൽ അസ്വദിന് നേരെ നാം കൈകൾ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ കൈ ഉയർത്തുമ്പോൾ വലത് കൈയാണ് ഉയർത്തേണ്ടത്. അപ്രകാരം കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ഒരു കാര്യമാണ് ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ശബ്ദമില്ലാതെ ചുംബിക്കുക എന്നുള്ളത് അതിന്റെ മര്യാദയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ സൂചിപ്പിച്ചതുപോലെ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ശബ്ദമില്ലാതെ ചുംബിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അതിന്റെ മര്യാദയാണ്. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നാം തവാഫ് ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞ നിലയിൽ നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത്, ഇന്ന് അതിന്റെ മുകളിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് നല്ല പ്രയാസമായിരിക്കും. സ്പർശിക്കാനും ചുംബിക്കാനും ഒക്കെ ഒരു പരിധി വരെ സാധിക്കും. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ വെച്ചാണ് നാം തുടങ്ങേണ്ടത്. ഇനി അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഭൂരിപക്ഷം സമയങ്ങളിലും സംഭവിക്കുക എന്താണ്, അതിനടുത്ത് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ആംഗ്യം കാണിക്കലാണ്. ആംഗ്യം കാണിക്കുമ്പോൾ നാം പറഞ്ഞു, ഇന്ന് പലരും ചെയ്യുന്നത് നമ്മുടെ ഇടതുവശം ഹജറുൽ കഅബക്ക് നേരെ തിരിഞ്ഞ്, അഥവാ നാം ചെരിഞ്ഞ് നിന്നുകൊണ്ട് കൈ ഉയർത്തി കാണിക്കും. നമ്മൾ എന്ത് പറഞ്ഞു? സുന്നത്ത് അല്ലെങ്കിൽ സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കഅബക്ക് നേരെ നാം നമ്മുടെ ശരീരം തിരിച്ചുകൊണ്ട് ആംഗ്യം കാണിക്കുക എന്നതാണ്. അതേത് സഹാബിയിൽ നിന്നാണ് സ്ഥിരപ്പെട്ടത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നാം ശ്രദ്ധിക്കണം. കാരണം ഇത് പലരും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. നാം തിരക്കിൽ പോയി തവാഫ് ചെയ്യുമ്പോൾ കഅബ നമ്മുടെ ഇടതുവശത്താക്കിക്കൊണ്ടാണ് നാം തവാഫ് ആരംഭിക്കാറുള്ളത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നത് കഅബക്ക് നേരെ മുന്നിടുക എന്നുള്ളതാണ്. അപ്പോൾ കഅബക്ക് നേരെ നാം നിന്നുകൊണ്ട്, അഥവാ ഖിബലക്ക് മുന്നിട്ട് നിൽക്കുന്നത് പോലെ കഅബക്ക് നേരെ നിന്നുകൊണ്ട് നാം കൈ ഉയർത്തുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം കഴിഞ്ഞ ദർസിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദർസുകളിൽ പറഞ്ഞിരുന്നു, നമുക്ക് എപ്പോഴും മക്കയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉദ്ദേശം എന്തായിരിക്കണം? ഇൻഷാ അല്ലാഹ് ഇത്തവണ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും. അതല്ലാതെ പോകുമ്പോൾ തന്നെ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന നിലയിലല്ല പോകേണ്ടത്. മറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ തിരക്കുണ്ടെങ്കിലോ, ആളുകൾ ധാരാളം ഉണ്ടെങ്കിലോ എന്നിങ്ങനെ അവിടെ എത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള സാങ്കല്പിക ചോദ്യങ്ങളുമായി വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ടെങ്കിലോ എന്ന ചോദ്യങ്ങളൊക്കെ നീ കടലിൽ കൊണ്ട് കളയുക എന്ന് പറഞ്ഞാൽ അത് നീ പരിഗണിക്കരുത്, മറിച്ച് നീ പോവുക, എന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന അർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് എപ്പോഴും പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ നാം ശ്രമിക്കണം, നമ്മുടെ നിയ്യത്തുകൾ കൊണ്ടെങ്കിലും. അതുകൊണ്ടാണ് പൊതുവെ ഉലമാക്കൾ പറയുന്നത്, നമ്മുടെ അമലുകൾ കൊണ്ട് നാം എത്തുന്ന സ്ഥാനത്തേക്കാളും നമ്മുടെ നിയ്യത്തുകൾ കൊണ്ടെത്താൻ നമുക്ക് സാധിക്കും. അമലുകൾ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് എത്താൻ സാധിക്കണമെന്നില്ല, പക്ഷെ നിയ്യത്തുകൾ കൊണ്ട് ആ പദവി എത്തും. ഉദാഹരണത്തിന്, നിങ്ങൾ ഇവിടെ മസ്ജിദ് നബവിയിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് സത്യസന്ധമായ ആഗ്രഹമുണ്ട്, എനിക്ക് ഇൻഷാ അല്ലാഹ് നിസ്കാരം അവിടെ ലഭിക്കണം. അതിനുവേണ്ടി കുറച്ച് നേരത്തെ നിങ്ങൾ ഇറങ്ങുകയും ചെയ്തു. പക്ഷെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു തിരക്ക് റോഡിൽ അനുഭവപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായ നിയ്യത്തുണ്ടെങ്കിൽ അതിന് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു വ്യക്തി രക്തസാക്ഷിത്വം ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, രക്തസാക്ഷികളുടെ പദവിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്തിക്കും. വഇൻ മാത അലാ ഫിറാശി, അവന്റെ വീട്ടിൽ വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ടാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനത്ത് എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് വലിയ മർത്തബയാണ്, വലിയ കാര്യമാണ്. കാരണം അമല് ചെയ്യാതെ തന്നെ ആ അമലിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും, നിയ്യത്ത് നന്നാക്കിയാൽ. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കുക എന്ന് പറയുന്നത് ഏറെ കാഠിന്യമുള്ള ഒരു കാര്യമാണ്. സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം അനസ് ബിൻ മാലിക്കിന്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറയാറുണ്ട്, 20 വർഷത്തോളം ഞാൻ ശ്രമിച്ചു എന്റെ നിയ്യത്ത് നന്നാക്കാൻ. നമ്മൾ ചിന്തിച്ചാൽ, നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെന്താ മനസ്സിൽ വരാം, എന്റെ നിയ്യത്ത് നാളെ മുതൽ ഞാൻ നന്നാക്കി. പക്ഷെ താബിഈങ്ങളൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് നിയ്യത്ത് നന്നാക്കാൻ 20 വർഷം എടുക്കേണ്ടി വന്നു. അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, നിയ്യത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധ കാണിക്കുക. ഞാൻ പറഞ്ഞത്,
മക്കയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം ബിഇദ്നില്ലാ ഹജറുൽ അസ്വദ് ചുംബിക്കും, ഏറ്റവും ചുരുങ്ങിയത് അത് സ്പർശിക്കാനെങ്കിലും ശ്രമിക്കും എന്നുള്ളതായിരിക്കണം. ഇനി അവിടെ എത്തിയ ശേഷം നല്ല തിരക്കാണ്, അങ്ങനെയാണെങ്കിൽ അത് ചുംബിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് സ്പർശിക്കാതിരിക്കുക. ആളുകളോട് തിക്കും തിരക്കും കൂടി, അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഉണ്ട്, അതിനിടയിലൊക്കെ പോയി ഹജറുൽ അസ്വദ് ചുംബിക്കാതിരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു രൂപത്തിലാണെങ്കിൽ ഹജറുൽ അസ്വദ് ചുംബിക്കാതിരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇദാ വജദ്ത അല റുക്നി സിഹാമ, ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിനക്ക് തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ലാ തുഅ്ദി മുസ്ലിമൻ വലാ യുഅ്ദീക്, നീ ഒരു വിശ്വാസിയെ ഉപദ്രവിക്കാനും പാടില്ല, അവൻ നിന്നെ ഉപദ്രവിക്കാൻ നീ കാരണമാകാനും പാടില്ല. എന്ന് പറഞ്ഞാൽ നീ അതിന്റെ ഇടയിലേക്ക് പോയി, നാളുകൾ കാണുന്നില്ലേ നമ്മൾ, തിക്കും തിരക്കും കൂട്ടി അവിടേക്ക് പോകും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കൂടിക്കലർന്ന് അത്തരത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കാൻ വേണ്ടിയാണ് ഹജറുൽ അസ്വദ് നാം ചുംബിക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശത്തിന് നാം പോകുമ്പോൾ അത് ശർഈയായ മാർഗത്തിലൂടെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, ശർഈയായ മാർഗത്തിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. ശേഷം ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഇൻ റഅയ്ത മിൻഹു ഖൽവതൻ, അവിടെ ഒഴിവ് കണ്ടാൽ ഫഖബ്ബിൽഹു ഔ ഇസ്സലിം, നീ അത് ചുംബിക്കുക അല്ലെങ്കിൽ അത് സ്പർശിക്കുക. വഇല്ല ഫംദി, ഇനി അതൊന്നും നിനക്ക് ഒത്തുവരുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ നീ നിന്റെ തവാഫ് തുടരുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുവത്തയിലും ഫാക്കിഹി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലുമൊക്കെ ഉദ്ധരിച്ചതായി, അദ്ദേഹത്തിന്റെ അഖ്ബാർ മക്ക പോലെയുള്ള കിതാബുകളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നാം പറഞ്ഞ വിഷയം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. പോകുമ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്ന നിയത്തിലാണ്, പക്ഷെ അവിടെ എത്തിയപ്പോൾ തിരക്ക് കണ്ടാൽ അവിടെ നിന്ന് മാറി നിൽക്കുക. ബിഇദ്നില്ലാഹ് നമ്മുടെ സത്യസന്ധമായ നിയത്ത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. അങ്ങനെ നാം നമ്മുടെ തവാഫ് ആരംഭിക്കുന്നു. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി നമ്മുടെ തവാഫ് ആരംഭിക്കുക. തവാഫ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിക്കുക, അല്ലെങ്കിൽ അത് തൊടുക, അതൊക്കെ ചെയ്യുമ്പോൾ നാം പറയേണ്ട കാര്യം എന്താണ്? എന്ത് പറഞ്ഞുകൊണ്ടാ തുടങ്ങുക? എന്ത് പറയാ? ഒന്നാമത്തെ റൗണ്ടിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയും. രണ്ടാമത്തെ റൗണ്ടിൽ എന്താ പറയുക? പൊതുവെ അതായത് മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യം, നമ്മൾ എത്ര തവണയായി ഉംറ ചെയ്യുന്നു? ഒന്നാമത്തെ റൗണ്ടിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇതിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു അക്ബർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പ്രവാചകൻ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബിസ്മില്ല എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ബിസ്മില്ല എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബ്ദുർ റസാഖ് അസ്സനആനി ഉദ്ധരിച്ച അസറിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹമാണ് ഉംറ തുടങ്ങുമ്പോൾ എന്ത് പറയാറുള്ളത്? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനമായി ഹദീസുകളിൽ വന്നിരിക്കുന്നത് അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ റൗണ്ടിൽ മാത്രമാണ് എന്ത് പറയേണ്ടതുള്ളൂ? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടതുള്ളൂ. ഒന്നാമത്തെ റൗണ്ട് നമ്മൾ പൂർത്തീകരിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ എത്തിയാൽ നമ്മൾ എന്ത് പറയുക? അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയുക. ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, ഫീഹി ഇസ്തിഹ്ബാബു തക്ബീർ ഇൻദ റുക്നിൽ അസ്വദി ഫീ കുല്ലി തൗഫ, എല്ലാ റൗണ്ടുകളിലും, തവാഫിന്റെ എല്ലാ റൗണ്ടുകളിലും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് സുന്നത്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. ഇബ്നു അബ്ദുൽ ബർ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കണം. ബിസ്മില്ലാ എന്നത് ഇബ്നു ഉമറിൽ നിന്ന് വന്നതാണ്. അല്ലാഹു അക്ബർ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്രകാരം തന്നെ ഫുഖഹാക്കൾ വ്യാപകമായി പറയുന്ന അല്ലെങ്കിൽ അവരുടെ കിതാബുകളിൽ പലരും രേഖപ്പെടുത്തിയ ഒരു ദിക്റാണ്. നിങ്ങൾ മക്കയിൽ പോയാൽ ചില ആളുകളൊക്കെ അത് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ ഈമാനൻ ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക എന്ന് പറയുന്ന പ്രാർത്ഥന അത് ലഈഫാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കം അദ്ദേഹത്തിന്റെ അത്തഹ്ഖീഖ് വൽ ഈളാഹ് എന്ന കിതാബിൽ ഈ ദിക്ർ പറയുന്നത് നല്ലതാണ് എന്ന നിലയിൽ ഉദ്ധരിച്ചതായി കാണാം. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ ഏതെങ്കിലും ഒരു സഹാബികളിൽ നിന്നോ സ്ഥിരപ്പെട്ടതായി വന്നിട്ടില്ല.
നബിയിൽ നിന്നോ സഹാബികളിൽ നിന്നോ അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ലാ, അദ്ദേഹം ആരായിരുന്നു? താബിഈയാണ്. ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് അമീറുൽ ഹജ്ജാണ്. അമീറുൽ ഹജ്ജാണ് അതാ ബിൻ അബി റബാഹ്. അദ്ദേഹം പറയുന്നു, ഹാദാ മിമ്മാ അഹ്ദസഹു അഹ്ലുൽ ഇറാഖ്, ഇത് ഇറാഖ് നിവാസികൾ, ഇറാഖിലെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ദിക്ർ എന്ന് അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ലാ പറഞ്ഞതായി ഫാക്കിഹി അദ്ദേഹത്തിന്റെ അഖ്ബാറു മക്കയിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക എന്ന് പറയുന്ന പ്രാർത്ഥന പ്രവാചകരിൽ നിന്നോ സഹാബികളിൽ നിന്നോ സ്ഥിരപ്പെടാത്തതാണ്. ആരിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അഖ്ബാറു മക്കയിൽ ഇമാം ഫാക്കിഹി റഹിമഹുല്ലാ പറയുന്നു, അതാ ബിൻ അബി റബാഹ് പറഞ്ഞു, അത് ഇറാഖിലെ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹിമഹുല്ലാ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ബിദ്അത്താണ്, അത് ബിദ്അത്താണ് എന്ന് ഇബ്നുൽ ഹാജ് അൽ മാലിക്കി റഹിമഹുല്ലാ പറഞ്ഞതായും നമുക്ക് കാണാവുന്നതാണ്. തയ്യിബ്, ഇങ്ങനെ നാം തവാഫ് ആരംഭിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തവാഫ് നാം ആരംഭിക്കുന്നു. ഇവിടെ ഒരു മസ്അല, തവാഫിൽ ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്, അതിന്റെ വിധി എന്താണ്? ഒരു തവണ തവാഫിൽ ശുദ്ധി ഉണ്ടാവുക എന്നതിന്റെ ഹുക്ം എന്താണ്? ഇത് ശരിക്കും മസല നിങ്ങൾ ശ്രദ്ധിക്കുക. ശുദ്ധി രണ്ട് തരത്തിലാണ്. ഒന്ന് വലിയ അശുദ്ധി, മറ്റൊന്ന് ചെറിയ അശുദ്ധി. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നതിൽ ഇജ്മാ ഉണ്ട്. തവാഫ് ചെയ്യുന്ന വ്യക്തി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഹൈദ് സംഭവിച്ചപ്പോൾ അവരോട് എന്ത് പറഞ്ഞു? فإن ذلك شيء كتبه الله على بنات آدم. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾക്ക്, പെൺമക്കൾക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ് ആർത്തവം ഉണ്ടാവുക എന്നത്. ഫഫഅലി മാ യഫഅലുൽ ഹാജ്. അതുകൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യവും ആയിഷ നീ ചെയ്തുകൊള്ളുക. ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്തി ഹത്താ തത്ഹുരി. ശുദ്ധിയാകുന്നത് വരെ നീ തവാഫ് ചെയ്യരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അശുദ്ധിയിൽ നിന്ന്, ഇപ്പൊ ജനാബത്തുകാരനാണ്, അതല്ലെങ്കിൽ ഹൈളുകാരിയാണ്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് നിർബന്ധമാണ്. അത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം ചെറിയ അശുദ്ധി എന്നുള്ളതാണ്. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ വുദു നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ. ഒരാളുടെ വുദു മുറിഞ്ഞിട്ടുണ്ട്. വുദു ഉണ്ടാവുക എന്നത് തവാഫിന്റെ നിബന്ധനയാണോ അല്ലേ? വുദു ഉണ്ടായിരിക്കണം എന്നുള്ളത് തവാഫിന്റെ നിബന്ധനയാണോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കുക, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് അത് നിബന്ധനയാണ്. നല്ലൊരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ചില മസലകൾ മാത്രമേ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ദീർഘിപ്പിച്ച് പറയുന്നുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോവാണ്. ഒന്നാമത്തെ അഭിപ്രായം നിർബന്ധമായും വുളു ഉണ്ടായിരിക്കണം, നിർബന്ധമായും വുളു ഉണ്ടായിരിക്കണം. അതാണ് നല്ലൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. അവർ തെളിവായി പറയുന്നത് മേൽ നാം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് തന്നെയാണ്. മേലിൽ നാം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. രണ്ടാമത്തെ അഭിപ്രായം തവാഫ് ചെയ്യാൻ വുളു ഉണ്ടാവുക എന്നത് സുന്നത്താണ്. തവാഫ് ചെയ്യാൻ വുളു ഉണ്ടാവുക എന്നത് സുന്നത്താണ്. അതാണ് ഹനഫി മദ്ഹബിലുള്ള ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഇമാം അഹ്മദിന്റെ മദ്ഹബിൽ ഒരു അഭിപ്രായം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ അഭിപ്രായം, ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ തഹ്ദീബുസ് സുനൻ, അതുപോലെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിലൊക്കെ പറയുന്ന അഭിപ്രായം എന്താണ്? വുളു ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണ്. വുളു ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണ്. രണ്ട് അഭിപ്രായങ്ങൾ മനസ്സിലായില്ലേ? ഒന്നാമത്തേത് വുളു ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അവരുടെ തെളിവ് ഒന്ന് നേരത്തെ നാം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹയുടെ തെളിവാണ്. അവർക്ക് ആർത്തവം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ഒഴികെ ബാക്കിയുള്ളത് ചെയ്യാൻ അനുവദിച്ചു കൊടുത്തു. രണ്ടാമതായി ഇക്കൂട്ടർ, അത് നിർബന്ധമാണെന്ന് പറയുന്നവർ തെളിവായി പറയുന്ന ഒരു സംഭവം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസറിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, തവാഫ് നിസ്കാരം പോലെയാണ്
എന്ന് ഒരു അഥറിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു, നിസ്കാരം പോലെ എന്ന് പറയുമ്പോൾ അതിന് വുളു ഉണ്ടാവുക നിർബന്ധമാണ്. പക്ഷേ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഹ്ദീബുസ് സുനനിൽ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്നതാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതൊന്നാമത്തെ കാര്യം. ശരിക്കും ശ്രദ്ധിക്കുക, തവാഫ് നിസ്കാരം പോലെയുള്ളതാണ് എന്നുള്ളത് പ്രവാചകൻ പറഞ്ഞതാണോ സഹാബത്ത് പറഞ്ഞതാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഏറ്റവും ശരിയായ അഭിപ്രായം അത് പ്രവാചകൻ പറഞ്ഞതല്ല, മറിച്ച് ചില സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ചില സഹാബികളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, ഇനി അത് സ്ഥിരപ്പെട്ടാൽ തന്നെ, സഹാബികൾ പറഞ്ഞതായി വന്നാൽ തന്നെ, നിസ്കാരം പോലെയാണ് തവാഫ് എന്ന് പറഞ്ഞാൽ അത് വുളൂ വേണം എന്ന് അതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. ഏതുപോലെ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു നിസ്കാര ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവൻ നിസ്കാരത്തിലുള്ളത് പോലെയാണ്, അവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ്. അപ്പൊ ആരും എന്ത് പറയുന്നില്ല, ആ സാഹചര്യത്തിൽ അവന് വുളൂ ഉണ്ടാവണം എന്ന് പറയുന്നില്ല. ഒരു വ്യക്തി ളുഹറിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ കാത്തിരിക്കുകയാണെങ്കിൽ അത് അവൻ നിസ്കരിക്കുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേവലം ഒരു ഇബാദത്തിലാണ്, അള്ളാഹുവിന്റെ ദിക്റിലാണ് എന്നൊരു ഉദ്ദേശമാണ് അവിടെ ഉള്ളത്. അതല്ലാതെ നിസ്കാരത്തിന് വുളൂ നിർബന്ധമായതുപോലെ ഇവിടെയും വുളൂ നിർബന്ധമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ശേഷം അദ്ദേഹം പറഞ്ഞു, വൽ വുളൂഉ ഇന്നമാ യുശ്തറതു ലിസ്സലാത്തിൽ ഖാസ്സ, വുളൂ നിർബന്ധമാകുന്നത് സാധാരണ നിസ്കാരങ്ങൾക്ക് മാത്രമാണ്. വുളൂ നിർബന്ധമാകുന്നത് നിസ്കാരങ്ങൾക്ക് മാത്രമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? തവാഫിന് വുളൂ വേണം എന്നുള്ളതിന് ഒരു തെളിവും പ്രത്യേകിച്ച് ശർഇൽ സ്ഥിരപ്പെട്ടിട്ടില്ല. തവാഫിന് വുളൂ വേണം എന്നുള്ളത് ഒരു തെളിവും പ്രത്യേകിച്ച് ശർഇൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി താബിഈങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒന്നിലധികം താബിഈങ്ങളിൽ നിന്ന് അത് സുന്നത്താണെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. മൻസൂർ ഇബ്നുൽ മുഅ്തമിർ, അതുപോലെ തന്നെ ഹസൻ അൽ ബസ്രി, ഇബ്നു സിരീൻ റഹിമഹുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വുളൂ ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണ്. വുളൂ ഉണ്ടാവുക എന്നത് സുന്നത്താണ്. അതാണ് അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം. തവാഫിന് വുളൂ ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണ്. അത് ഏറെ പുണ്യമുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ വുളൂ ഇല്ലാതെ ഇത് ചെയ്യാറില്ലായിരുന്നു, തവാഫ് ചെയ്യാറില്ലായിരുന്നു, അതുപോലെ സഅയും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ പണ്ഡിതന്മാർക്കുള്ള ചർച്ച അത് വാജിബാണോ സുന്നത്താണോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഷർത്താണോ സുന്നത്താണോ എന്ന കാര്യത്തിലാണ്. അത് ഇവിടെ പറഞ്ഞതുപോലെ താബിഈങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ അത് സുന്നത്താണ് എന്നുള്ളതാണ്. അല്ലാഹു അലം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ വിഷയം സംസാരിച്ചപ്പോൾ നമുക്ക് പറഞ്ഞതായി ഇങ്ങനെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജത്തുൽ വദാഇലൊക്കെ ധാരാളം സഹാബികൾ ഹജ്ജിന് വന്നിരുന്നു. അവരൊക്കെ തവാഫ് നിർവഹിക്കുന്നവരാണ്. ആ സമയത്ത് എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുന്നവരോട് നിങ്ങൾ വുളൂഇൽ ചെയ്യണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ വുളൂകാരായി കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്തുകൊണ്ട് തവാഫ് ചെയ്തു എന്ന് ചില ഹദീസുകളിലുണ്ട്. പക്ഷേ പ്രവാചകൻ പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ഒരു കാര്യം എന്താവില്ല, വാജിബാവില്ല, സുന്നത്താവുകയാണുള്ളത്. മനസ്സിലായില്ലേ? ഒരു കാര്യം സുന്നത്താകും പക്ഷെ വാജിബാകും എന്ന് പറയാൻ മറ്റൊരു തെളിവ് വേണം. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഈ വിഷയം ശരിക്കും നാം ശ്രദ്ധിക്കുക. തവാഫ് ചെയ്യുമ്പോൾ വുളൂഓടുകൂടി തന്നെ ചെയ്യാൻ നാം ശ്രമിക്കുക. പക്ഷേ മസ്അലയിൽ ഒരു വ്യക്തി വുളൂ ഇല്ലാതെ തവാഫ് ചെയ്താൽ അവന്റെ തവാഫ് സഹീഹാണ്. അതാണ് താബിഈങ്ങളിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയും ചില ഉലമാക്കൾ ഈ അഭിപ്രായം പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നാം നമ്മുടെ തവാഫ് ആരംഭിക്കുകയാണ്. നാം പറഞ്ഞു ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നും തുടങ്ങുക, വുളൂ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പൂർണ്ണത. ഹജറുൽ അസ്വദ് നമ്മുടെ ഇടതുവശത്തായിരിക്കും ഉണ്ടാവുക. അതിന്റെ അഹ്കാമുകളൊന്നും പറയുന്നില്ല, നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഹജറുൽ അസ്വദ് ഇടതു ഭാഗത്തല്ലാതെ നാം തവാഫ് ചെയ്താൽ തവാഫ് ശരിയാവുകയില്ല. അങ്ങനെ നാം തുടങ്ങുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇൽത്തിബാ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു. ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലത് ഷോൾഡർ പുറത്ത് കാണുന്ന നിലയിൽ നമ്മുടെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക.
പുറത്ത് ഷോൾഡർ കാണുന്ന നിലയിൽ നമ്മുടെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ മുൽതബിഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽതിബാഅ ചെയ്തുകൊണ്ടാണ് തവാഫ് ചെയ്തത് എന്ന് യഅല ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പം ഇൽതിബാഅ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഹുക്ം എന്താണ്? സുന്നത്താണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ പറഞ്ഞു വയുസ്തഹബ്ബുൽ ഇൽതിബാഅ, ഇൽതിബാഅ മുസ്തഹബ്ബാണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തവാഫിൽ ഇൽതിബാഅ ചെയ്യാൻ വിട്ടുപോയാൽ അയാളുടെ ഉംറയുടെ ഹുക്ം എന്താണ്? ശരിയാവും? അയാൾ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതുണ്ടോ? കൊടുക്കേണ്ടതില്ല. അയാൾ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. തയ്യിബ്, അങ്ങനെ നാം ഇൽതിബാഅ ചെയ്തു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ റൗണ്ട് ആരംഭിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റമലാണ്. റമൽ എന്ന് പറഞ്ഞാൽ ഓടുക, കഅബക്ക് ചുറ്റും ഓടുക. അത് തവാഫിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. തവാഫിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കാലുകൾ അധികം വിടവില്ലാതെ അടുത്തടുത്ത് വെച്ചുകൊണ്ട് കുറച്ച് വേഗതയിൽ നമ്മൾ നടക്കുക, കുറച്ച് വേഗതയിൽ നടക്കുക അല്ലെങ്കിൽ ഓടുക. അതിനാണ് റമൽ എന്ന് പറയുന്നത്. എത്ര റൗണ്ടിലാണ് ഓടേണ്ടത്? ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹ് മുസ്ലിമിൽ കാണാം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റമല ഫി ثلاثه الاشواط, റമല ثلاثا, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 റൗണ്ടിൽ റമൽ ചെയ്തു, ഓടി. വമശ അർബഅൻ, 4 റൗണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ 7ൽ 3 എണ്ണം, ആദ്യത്തെ 3 എണ്ണത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഓടേണ്ടത്. അതിനുശേഷമുള്ള 4 എണ്ണത്തിൽ നടക്കുക. ഇനി ആരെങ്കിലും ആദ്യത്തെ 3 റൗണ്ടിൽ വിട്ടുപോയാൽ അതിനുശേഷമുള്ള 3 റൗണ്ടിൽ ഓടാൻ പറ്റുമോ? ഓടാൻ പാടില്ല. അത് ഒരു സമയനിശ്ചിതമായ ഇബാദത്താണ്, സമയനിശ്ചിതമായ ഇബാദത്താണ്. അതുകൊണ്ട് തവാഫിന്റെ ആദ്യത്തെ റൗണ്ടുകളിലാണ് നാം ഓടേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതായി ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ശറഇൽ ചില വിഷയങ്ങൾക്ക്, ചില ഇബാദത്തുകൾക്ക് പിന്നിൽ ഒരു കാരണമുണ്ടാകും. ആ ഇബാദത്ത് നമുക്ക് നിശ്ചയിക്കപ്പെടാൻ ഒരു കാരണമുണ്ടാകും. റമല് നിശ്ചയിക്കപ്പെടാനുള്ള കാരണം എന്താണ്? കഅബക്ക് ചുറ്റും നിങ്ങൾ ഓടണം എന്നൊരു നിയമം വരാനുള്ള കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് ഹിജ്റ വന്ന ശേഷം നമ്മള് മീഖാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മദീനയിൽ യസ്രിബിൽ വ്യാപകമായി പനി ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പനി എവിടേക്ക് നീക്കാൻ ദുആ ചെയ്തു? ജുഹ്ഫയിലേക്ക്, അല്ലെ? നമ്മൾ പറഞ്ഞു. അങ്ങനെ മക്കയിലെ കാഫിരീങ്ങൾ അവർക്കിടയിൽ പ്രചരിപ്പിച്ചൊരു കാര്യമാണ്, സഹാബികളൊക്കെ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിൽ വന്നപ്പോൾ എല്ലാവരും രോഗം ബാധിച്ചു, ശാരീരികമായി ബലഹീനരായി, അവർക്ക് ശാരീരികമായി തീരെ ശേഷിയില്ല എന്നൊക്കെ മക്കയിലെ കാഫിരീങ്ങൾ സഹാബത്തിനെതിരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പോകുമ്പോൾ സഹാബത്തിനോട് ഹിജ്റ 7-ാം വർഷത്തിൽ, ഹിജ്റ 6-ാം വർഷം അവിടുന്ന് തടയപ്പെട്ടു, ശേഷം ഹിജ്റ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഇൽതിബാഅ ചെയ്തുകൊണ്ട്, അഥവാ നിങ്ങളുടെ ശരീരം ഒരു ഷോൾഡർ കാണുന്ന നിലയിൽ ഇൽതിബാഅ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഓടാൻ വേണ്ടി പറഞ്ഞത്? ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവർക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ശാരീരികമായി പ്രയാസമോ ഇല്ല, ഇവർ യാത്ര ചെയ്ത് കഴിഞ്ഞു വരികയും ഇവിടെ ഓടിക്കൊണ്ട് തവാഫിൽ റമല് ചെയ്യുകയും ചെയ്യുന്നു എന്നവർ മനസ്സിലാക്കുകയും മുസ്ലിമീങ്ങളുടെ ശക്തി അവർ മനസ്സിലാക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഓടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹിജ്റ 7-ാം വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്ത് പഠിപ്പിച്ചത്. അന്ന് ഓടുന്ന രീതി എങ്ങനെയായിരുന്നു? ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങുകയും റുക്നുൽ യമാനി വരെ ഓടുകയും ചെയ്യുക. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നടക്കുക. കാരണം കാഫിര്യങ്ങൾ നിന്നിരുന്നത് ആ ഭാഗത്താണ്. ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിലായിരുന്നില്ല, ബാക്കിയുള്ള കഅബയുടെ ഭാഗത്തായിരുന്നു കാഫിര്യങ്ങൾ. കുറച്ച് മക്കയിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് അവർ നിൽക്കുന്നത്, അല്ലെങ്കിൽ കഅബയിൽ നിന്ന് വിട്ടുകൊണ്ട്. അപ്പോൾ അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ സഹാബികൾ ഓടുന്നത് കാണാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അന്ന് ഹിജ്റ 7-ാം വർഷത്തിൽ ഉണ്ടായിരുന്നത് ഹജറുൽ അസ്വദ് മുതൽ റുക്നുൽ യമാനി വരെ ഓടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മനസ്സിലാവുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വന്ന സമയത്ത് പരിപൂർണമായി അവർ ഓടിയതായാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പരിപൂർണമായി അവർ ഓടിയതായാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്.
ഇത് പറയാനുള്ള ഒരു കാരണം എന്താണ്? ഇന്നും ചില പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം എന്താണ്? നാം ഓടേണ്ടത് ഹജറുൽ അസ്വദ് മുതൽ റുക്നുൽ യമാനി വരെയാണ് എന്ന് പറയുന്ന ഉലമാക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു അഭിപ്രായം എവിടെയെങ്കിലും കേട്ടാൽ അതൊരു തെറ്റായ അഭിപ്രായമായി മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഹിജ്റ 10-ാം വർഷത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സമയം ഹജ്ജ് ചെയ്തപ്പോൾ പരിപൂർണമായി ഓടിയതായാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞു, ഇന്ന് ഒരു വ്യക്തി ചെയ്യേണ്ടത് 3 റൗണ്ടും പൂർണ്ണമായിട്ട് ഓടുക എന്നുള്ളതാണ്. 3 റൗണ്ടും പൂർണ്ണമായി ഓടുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റമലുണ്ടോ? ഇല്ല, സ്ത്രീകൾ ഓടേണ്ടതില്ല. ആ വിഷയത്തിൽ ഇമാം തഹാവി റഹിമഹുല്ലാഹ് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തഹാവി റഹിമഹുല്ലാഹ് ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് റമലില്ല, അവർ ഓടേണ്ടതില്ല. അങ്ങനെ നമ്മൾ തവാഫ് ആരംഭിച്ചു, റമൽ ചെയ്തുകൊണ്ട് ഇൽത്തിബാ ചെയ്തു, ഷോൾഡർ കാണിച്ചു, ഓടുക, 1ാമത്തെ റൗണ്ട് ഓടുക. ഓടുന്നതിനിടയിൽ കഅബയുടെ ഏത് ഭാഗം സ്പർശിക്കലാണ് പിന്നെ സുന്നത്തായിട്ടുള്ളത്? റുക്നുൽ യമാനിയുടെ ഭാഗം. റുക്നുൽ യമാനിയുടെ ഭാഗം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, റുക്നുൽ യമാനി സ്പർശിക്കുക എന്ന് പറയുന്നത് അധിക സമയങ്ങളിൽ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ ഇന്ന് അധിക സമയങ്ങളിലും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹജറുൽ അസ്വദ് പോലെയല്ല. പക്ഷെ എന്നിട്ടും നാം അതിൽ വീഴ്ച വരുത്തുക എന്നത് അലംഭാവമാണ്. അതുകൊണ്ട് ബറക്കല്ലാഹു ഫീക്കും, ഇനി മുതൽ നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതിന്റെ ഫള് എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. റുക്നുൽ യമാനി സ്പർശിക്കുക എന്നത് സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ തറക്തു ഇസ്ലാമ ഹാദൈനി റുക്നൈൻ അൽ യമാനി വൽ ഹജർ. ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയും സ്പർശിക്കുന്നത് ഞാൻ ഉപേക്ഷിക്കാറില്ലായിരുന്നു എന്ന്. മുൻദു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സലിമുഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്പർശിക്കുന്നത് കണ്ട ശേഷം ഞാനത് ഒഴിവാക്കാറില്ലായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ പ്രവാചകൻ, അല്ലെങ്കിൽ അതിനു മുമ്പ് കഅബക്ക് 4 കോണുകളല്ലേ? 2 എന്ത് പറയും? റുക്നാനുൽ യമാനിയാൻ. അതാണ് ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയും. ഇപ്പുറത്തുള്ള 2 അറുക്നാൻ അശ്ശാമിയാൻ. അറുക്നാൻ അശ്ശാമിയാൻ എന്ന് പറയും. അപ്പൊ റുക്നുൽ യമാനി സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ. എന്താണ് അവിടെ നമുക്ക് സുന്നത്തായിട്ടുള്ളത്? അത് തൊടുക എന്നുള്ളതാണ്. അത് ചുംബിക്കൽ സുന്നത്താണോ? സുന്നത്തല്ല. ചില മദ്ഹബിൽ അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതിൽ തെളിവില്ല. ഷാഫിഈ മദ്ഹബിലൊക്കെ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ തെളിവില്ല. റുക്നുൽ യമാനി ചുംബിക്കുക എന്നുള്ളത് സുന്നത്തല്ല. ഇനി അത് സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ ചുംബിക്കുക എന്നുള്ളതും സുന്നത്തില്ല. മറിച്ച് കേവലം റുക്നുൽ യമാനി സ്പർശിക്കുക, റുക്നുൽ യമാനി സ്പർശിക്കുക എന്നത് മാത്രമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ നിന്ന്, ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഒരു വ്യക്തി ഹജറുൽ അസ്വദ് സ്പർശിച്ചു, അതുപോലെ റുക്നുൽ യമാനി സ്പർശിച്ചു, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിന്റെ ഇസ്തിലാം നമ്മൾ പറഞ്ഞു, സ്പർശിക്കുന്നില്ലെങ്കിൽ ആംഗ്യം കാണിച്ചു, അതും പ്രതിഫലമുള്ളതാണ്. ഒരു വ്യക്തി ഹജറുൽ അസ്വദിന് ആംഗ്യം കാണിക്കുകയും പിന്നീട് റുക്നുൽ യമാനി സ്പർശിക്കുകയും ചെയ്താൽ അവനുള്ള ഫضل എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന മസ്ഹൽ ഹജറിൽ അസ്വദ്, ഹജറുൽ അസ്വദ് സ്പർശിക്കലും വറുക്നുൽ യമാനി, റുക്നുൽ യമാനി സ്പർശിക്കലും യഹുത്താനിൽ ഖതായ ഹത്ത, അത് പാപങ്ങളെയൊക്കെ പൊഴിച്ചു കളയുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും. അപ്പൊ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാൻ നമുക്ക് മുമ്പിലുള്ള വലിയൊരു മാർഗമാണ് ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയും ഇസ്തിലാം ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇസ്തിലാം എന്ന് പറയാനുള്ള കാരണം, ഹജറുൽ അസ്വദിന് ഇസ്തിലാമിന് 1ലധികം രൂപങ്ങളുണ്ട്. അതിലേത് രൂപം ഒരാൾ സ്വീകരിച്ചാലും പിന്നീട് റുക്നുൽ യമാനി പോയി ഒന്ന് സ്പർശിക്കുകയും ചെയ്താൽ ഫഇന്നഹുമാ യഹുത്താനിൽ ഖതായ ഹത്ത, അത് അവന്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദിയും നസയിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് നാം ശ്രദ്ധിക്കണം. ഇനി മുതൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അമലിൽ കൊണ്ടുവരാനാണ്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ പോയാൽ നിർബന്ധമായും റുക്നുൽ യമാനി സ്പർശിക്കാൻ വേണ്ടി ശ്രമിക്കുക, റുക്നുൽ യമാനി സ്പർശിക്കാൻ ശ്രമിക്കുക. ഇനി റുക്നാൻ അശ്ശാമിയാൻ, റുക്നാൻ അശ്ശാമിയാൻ അത് സ്പർശിക്കുന്നത് സുന്നത്താണോ? സുന്നത്തല്ല. അത് സ്പർശിക്കുക എന്നുള്ളത് സുന്നത്തല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും ഒക്കെ അത് സ്പർശിക്കുന്ന ആളുകളെ എതിർത്തിരുന്നു. അത് സ്പർശിക്കുന്ന ആളുകളെ എതിർത്തിരുന്നു. അത് സ്പർശിക്കാറുള്ള സഹാബികൾ ആരായിരുന്നു?
ചില സഹാബികൾ സ്പർശിക്കാറുണ്ട്. അവർ തവാഫിനിടയിൽ ബാക്കിയുള്ള റുക്നുകളും തൊടും. ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. സഹീഹ് ബുഖാരിയിലൊക്കെ വന്നതുപോലെ ഒന്ന് മുആവിയ, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ട് സഹാബികളും റുക്നാൻ അശ്ശാമിയാൻ സ്പർശിക്കാറുണ്ടായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അവരെ എതിർക്കും. അദ്ദേഹം പറയും, ഇത് സ്പർശിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരുന്നില്ല. അപ്പോൾ അവരെന്ത് പറയാറുണ്ട് തിരിച്ച്? കഅബയിൽ നിന്ന് ഒന്നും ഒഴിവാക്കപ്പെടേണ്ടതല്ല എന്ന് അവർ തിരിച്ചു പറയും. കഅബയിൽ നിന്ന് ഒന്നും ഒഴിവാക്കപ്പെടേണ്ടതല്ല എന്ന് ഈ സഹാബികൾ മുആവിയയും അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും ഒക്കെ തിരിച്ചു പറയാറുണ്ടായിരുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞതായി കാണാം, കഅബയിൽ നിന്ന് ഒന്നും നാം ഒഴിവാക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ പഠിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാറുണ്ടായിരുന്നു. ഒരാൾ നിങ്ങളോട് ഇനി പറയാണ്, മുആവിയ റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും സ്പർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ സ്പർശിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മറുപടി എന്താ? ഒന്ന് പ്രവാചകൻ, മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമറും ഇബ്നു അബ്ബാസും അതിനെതിരായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞു സഹാബത്തിന്റെ വാക്കുകൾ തെളിവാകും, പക്ഷേ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ സുന്നത്തിനോട് യോജിച്ച അഭിപ്രായമാണ് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുക. അതല്ലാതെ നിരുപാധികം അവരുടെ അഭിപ്രായം ആ സമയത്തും തെളിവാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഈ സാഹചര്യത്തിൽ മുആവിയ ബിൻ അബി സുഫിയാനും അബ്ദുല്ലാഹ് ഇബ്നു സുബൈറും സ്പർശിച്ചുവെങ്കിലും ബാക്കിയുള്ള സഹാബികൾ അതിനെതിരായി നിന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ തെളിവില്ല. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും ഇവിടെയുള്ള മറ്റൊരു മസ്അലയാണ് നാം തവാഫ് ചെയ്യുമ്പോൾ റമല് സുന്നത്താണെന്ന് പറഞ്ഞു അല്ലെ, ഓടുന്നത് സുന്നത്താണെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ സുന്നത്തായ മറ്റൊരു കാര്യമാണ് കഅബയോട് അടുത്താവുക എന്നുള്ളത്. അദ്ദുനുവു മിനൽ കഅബ, കഅബയോട് അടുത്താവുക എന്നുള്ളത് തവാഫിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. കഅബയോട് അടുത്താവുക. ഇവിടെ നമ്മുടെ മുമ്പിൽ രണ്ട് സുന്നത്തുകളുണ്ട്. ഒന്ന് കഅബയോട് അടുത്താവുക, മറ്റൊന്ന് കഅബക്ക് ചുറ്റും ഓടുക. ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും എന്തല്ല, സാധ്യമല്ല. കാരണം കഅബയുടെ അടുത്തേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഓടാൻ പറ്റില്ല, നമ്മുടെ മുമ്പിലൊക്കെ ആളുകൾ ധാരാളമായിട്ടുണ്ടാകും. ഇങ്ങനെ വന്നാൽ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? കഅബയുടെ അടുത്താകുന്നതിനാണോ ഓടുന്നതിനാണോ? എന്തിനാണ്? ഓടുന്നതിനാണ്. രണ്ടും ചെയ്യാൻ സാധിക്കുമെങ്കിൽ രണ്ടും ചെയ്യുക. ഇനി തിരക്ക് കാരണത്താൽ അല്ലെങ്കിൽ കഅബയുടെ അടുത്ത് സ്ത്രീകളുണ്ട്, അപ്പൊ നമുക്ക് ഓടുന്നത് പ്രയാസമാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ മുൻഗണന നൽകേണ്ടത് എന്തിനാണ്? ഓടുന്നതിനാണ്. നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് കഅബയുടെ കുറച്ച് അകലെ നിന്നുകൊണ്ട് ഓടുക. അപ്പൊ ചില ആളുകളുടെ മനസ്സിൽ സംശയം വരും, രണ്ട് സുന്നത്തുകൾ പറഞ്ഞ് അതിലൊരു സുന്നത്തിന് എന്തടിസ്ഥാനത്തിലാണ് മുൻഗണന നൽകുന്നത്? ഓടുക എന്നത് സുന്നത്താണ്, കഅബയോട് അടുക്കുക എന്നുള്ളതും സുന്നത്താണ്. ഇതിൽ ഒരു കാര്യത്തിന് മുൻഗണന നൽകാൻ എന്താണ് പ്രമാണം? ശറഇലുള്ള ഒരു ഖാഇദയാണ്, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ഖാഇദയാണ്, അൽ മുഹാഫളതു അലാ ഫളീലത്തിൻ തതഅല്ലഖു ബിനഫ്സിൽ ഇബാദ ഔലാ മിനൽ മുഹാഫളതി അലാ ഫളീലത്തിൻ തതഅല്ലഖു ബിമകാനിൽ ഇബാദ. ഒരു ഇബാദത്തുമായി, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പല ഇബാദത്തുകളിലും ഉപകരിക്കും. സർകശിയും ഹാഫിദ് നവവി ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഖാഇദയാണ്. അതുപോലെ ഇബ്നു റജബ് അൽ ഹംബലി ഒക്കെ ശറഇൽ നമുക്കൊരു ഇബാദത്ത് പഠിപ്പിച്ചു തന്നു, ഒരു ആരാധന നമുക്ക് ദീന് പഠിപ്പിച്ചു തന്നു. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് അതിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ശ്രേഷ്ഠതയുമുണ്ട്, അങ്ങനെയാണെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതക്കാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തവാഫുമായി ബന്ധപ്പെട്ട ഒരു ശ്രേഷ്ഠത അഥവാ ഓടുക എന്നുള്ളത്. രണ്ടാമത്തേത് തവാഫിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠത അഥവാ കഅബയുടെ അടുത്താവുക എന്നുള്ളത്. അപ്പൊ അവിടെ മുൻഗണന നൽകേണ്ടത് ആ ഇബാദത്തുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതക്കാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഉദാഹരണം പറയാം. ഇമാമിന്റെ അടുത്ത് നിൽക്കുക എന്നതിന്റെ ഹുക്കം എന്താണ്? സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്.
ഒരു വ്യക്തിക്ക് ഇമാമിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ തീരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല, ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ ചിലയിടത്തൊക്കെ നല്ല തിക്കും തിരക്കിനിടയിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരെ നിന്നാൽ അയാൾക്ക് നിസ്കാരത്തിൽ നല്ല നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മുൻഗണന നൽകേണ്ടത്? ഇമാമിന്റെ അടുത്ത് നിൽക്കാനാണോ, ദൂരെ നിന്നുകൊണ്ട് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കാനാണോ? ദൂരെ നിന്നുകൊണ്ട് ഖുശൂ ഉണ്ടാക്കാനാണ്. കാരണം അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയാണ് ഖുശൂ ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ സ്ഥലം എന്നുള്ളത് നിസ്കാരം നിർവഹിക്കുന്ന സ്ഥലമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, നമുക്ക് ജാമിഅയിലുള്ള ഒരു അധ്യാപകൻ, ഷെയ്ഖിന്റെ വിദ്യാർത്ഥി, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മക്കയിൽ ദർസ് എടുക്കുന്ന സമയം, അദ്ദേഹം ഷെയ്ഖിന്റെ അടുക്കൽ ആദ്യ കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അന്നാണ് മക്കയിൽ റൂഫ് ഓപ്പൺ ആകുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ കാലഘട്ടത്തിലായിരുന്നു ഒരു മാസത്തിൽ റൂഫ് ഓപ്പൺ ആകുന്നത്. അന്ന് ചില ആളുകൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ അരികിൽ വന്നിട്ട് സംശയം ചോദിച്ചു, റൂഫിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ, തറാവീഹ് നിസ്കാരത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ താഴെ വന്ന് നിസ്കരിക്കുമ്പോൾ തിക്കും തിരക്കും കാരണത്താൽ നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് അന്ന് ഫത്വ നൽകിയത് എന്താണ്? റൂഫിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം അത് തഖ്വ ലഭിക്കാൻ, ഖുശൂഅ് ലഭിക്കാൻ കാരണമാകും. അത് ഈ ഖാഇദയാണ്, അതിന്റെ മാനദണ്ഡം. അൽ ഫളീലത്തുൽ മുതഅല്ലിഖതു ബിദാത്തിൽ ഇബാദ മുഖദ്ദമത്തുൻ. അതാണ് എപ്പോഴും മുൻഗണന നൽകുക. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം, ഒന്ന് റമൽ, മറ്റൊന്ന് ദുനൂബു മിനൽ കഅബ. കഅബയുടെ അടുത്താകണോ അതല്ല ദൂരെ നിന്നുകൊണ്ട് ഓടണോ? ഏതാ നല്ലത്? ദൂരെ നിന്നുകൊണ്ട് ഓടുക എന്നുള്ളതാണ് നാം മുൻഗണന നൽകേണ്ടത്. അതിനാണ് മുൻഗണന നൽകേണ്ടത്. അടുത്ത മസ്അല തവാഫിനിടയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. തവാഫ് നമ്മളിങ്ങനെ തുടങ്ങി, ആദ്യത്തെ 3 റൗണ്ടിൽ ഓടണം എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇബാദത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ തവാഫിൽ സംസാരം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. ഇന്ന് കേവലം സംസാരം മാത്രമല്ല, മറിച്ച് ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും കഅബയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കലും ഇത് നാടുകളിലേക്ക് അയച്ചു കൊടുക്കലും ഒക്കെ ആളുകൾ ധാരാളമായി ചെയ്യുന്നു. ഇത് ഇബാദത്തിനെ തന്നെ ഒരു പക്ഷേ ബാത്തിലാക്കി കളയും. റിയാ കടന്നുകൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങൾ സലഫു സ്വാലിഹീങ്ങളുടെ ഉംറയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ഉംറയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ, അവർ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് തവാഫ് ചെയ്യാറുള്ളത്, ഉംറ ചെയ്യാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈതി വബിസ്സഫ വൽ മർവ. സഫ മർവയ്ക്കിടയിലുള്ള നടത്തവും തവാഫും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് ലിഇഖാമത്തി ദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കാനാണ്. ഇമാം അബ്ദുർ റസാഖ് അസ്സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് തവാഫിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തവാഫിൽ സംസാരിക്കുക എന്ന് പറയുന്നത് സലഫുകളുടെ മാർഗത്തിനെതിരാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു സംസാരിക്കാം, അനുവദനീയമാണ്. പക്ഷേ കഴിവിന്റെ പരമാവധി അദ്കാറുകളിൽ സമയം ചെലവഴിക്കാൻ നാം ശ്രമിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്ത് ഫഅഖില്ലുൽ കലാമ ഫീ. തവാഫ് നിസ്കാരം പോലെയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഫഅഖില്ലുൽ കലാമ ഫീ, നിങ്ങൾ അതിൽ സംസാരം കുറയ്ക്കുക, സംസാരം അങ്ങേയറ്റം കുറയ്ക്കുക എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ഇമാം ഇബ്നു അബി ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ ഹബീബ് ഇബ്നു സഹ്ബാൻ റഹിമഹുല്ലാഹ് പറയാണ്, സമിഅ്തു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അരികിൽ സമയം ചെലവഴിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാനും തവാഫിൽ പങ്കെടുത്തു. വഹുവ യതൂഫു ഹൗലൽ ബൈത്ത്, അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലൈസ ലഹു ഹിജ്ജീറ ഇല്ലാ ഹൗലൽ കലിമാത്ത്, അദ്ദേഹം മറ്റു ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അദ്ദേഹത്തിന് കേവലം തവാഫിൽ അദ്ദേഹം പറയുന്നത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് മാത്രമാണ് അദ്ദേഹം തവാഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഹബീബ് ഇബ്നു സഹ്ബാൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ഇബ്നു അബി ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പം തവാഫിൽ പരിപൂർണമായി ഉമർ റളിയല്ലാഹു അൻഹു ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്ർ ഏതാണ്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ആരായിരുന്നു ഉമർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഉംറക്ക് പോകുമ്പോൾ തവാഫിനിടയിൽ
അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹബീബ് ഇബ്നു സഹ്ബാൻ പറയുകയാണ്, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ എന്നല്ലാതെ അദ്ദേഹം പറയാറില്ലായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. തവാഫിനിടയിൽ അനാവശ്യമായി സംസാരിക്കുക എന്നുള്ളത് സലഫുസ് സാലിഹീങ്ങളുടെ രീതിക്കെതിരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളെ ഒരാൾ വിവാഹം ആലോചിച്ചു. തവാഫ് ചെയ്യുന്നതിനിടയിൽ ഇബ്നു ഉമറിനെ അവർ കണ്ടു. ഇബ്നു ഉമറിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊന്നും തിരിച്ചു വേണ്ടിയില്ല. തവാഫ് പൂർത്തീകരിച്ചു ഉംറ കഴിഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്കറിയില്ലേ, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഞങ്ങളുടെ മുന്നിൽ കാണുന്നത് പോലെയാണ് ഞങ്ങളുടെ ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കാറുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, അവരെ പിൻപറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് കേവലം അഖീദയിൽ മാത്രമല്ല, ഏതെങ്കിലും ചില മസായിലുകളിൽ മാത്രമല്ല, മറിച്ച് ജീവിത കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ, ഇബാദത്തിനോടുള്ള താല്പര്യങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, ആ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ നോക്കൂ. മഹാനായ ഉമറിനെ കുറിച്ച് ഇവിടെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം തവാഫ് ചെയ്യുമ്പോൾ റബ്ബന ആതിന ഫിദ് ദുനിയ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെയാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യാറുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ തവാഫ് തന്നെ അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമുക്ക് ഇന്ന് പലപ്പോഴും നമ്മുടെ തവാഫിന്റെ രൂപം എന്താണ്? നമ്മൾ പോകും, ഒരു ഉംറ എങ്ങനെയെങ്കിലും നിർവഹിക്കണമെന്ന ഉദ്ദേശത്തിൽ റൗണ്ട് പെട്ടെന്ന് റൗണ്ട് അടിക്കും, നിർത്തിപ്പോരും. അങ്ങനെ ആവരുത്. ഇനി മുതൽ ഈ തവാഫ് ചെയ്യുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു വാക്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം, അള്ളാഹുവിനെ കാണുന്നത് പോലെ ചെയ്യുക. ഈമാനിന്റെ മറാത്തിബുകൾ നിങ്ങൾ പഠിച്ചല്ലോ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്തുകൾ നിർവഹിക്കുക. അങ്ങനെയായിരുന്നു സ്വഹാബികൾ തവാഫ് ചെയ്തത്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. തയ്യിബ്, അങ്ങനെ നമ്മുടെ തവാഫ് നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു പിക്ചർ ഉണ്ടാവുക. അദ്കാറുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തുടങ്ങിയ ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖുർആൻ ഓതാം. ഏറ്റവും നല്ല ദിക്റിൽ പെട്ടതാണ് ഖുർആൻ എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാതൊരു കാരണവശാലും ശബ്ദം ഉയർത്താൻ പാടില്ല. ശബ്ദം ഉയർത്തിക്കൊണ്ട് കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ഖുർആൻ ഓതുന്നതാണെങ്കിലും മറ്റു പ്രവർത്തനങ്ങളാണെങ്കിലും ശബ്ദം ഉയർത്തിക്കൊണ്ട് അത് ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അജുരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മസ്അലത്തു ത്വായിഫീൻ എന്ന കിതാബിൽ, അല്ലെങ്കിൽ മസ്അലത്തുൽ ത്വായിഫീൻ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, നിന്റെ അരികിൽ ആരെങ്കിലും ശബ്ദം ഉയർത്തിയാൽ അവനോട് അത് പാടില്ല എന്ന് പറയുക. അവനോട് അത് പാടില്ല എന്ന് പറയുക. മറിച്ച് അവൻ കേൾക്കുന്ന നിലയിൽ അവന് മാത്രം കേൾക്കാൻ അവൻ ഓതിക്കൊള്ളട്ടെ. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്ന കുല്ലകും മുനാജിൻ റബ്ബഹ് ഫലാ യുഅ്ദിയന്ന ബഅദുകും ബഅദാ വലാ യർഫഅന്ന ബഅദുകും അലാ ബഅദിൻ ബിൽ ഖിറാഅത്തി ഔ ഫിസ് സ്വലാത്ത്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനെ അഭിമുഖീകരിക്കുകയാണ്, അതുകൊണ്ട് ഒരാളും മറ്റൊരാളെക്കാളും ശബ്ദം ഉയർത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹാഫിദ് അൻ-നവവി ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞതായും നമുക്ക് കാണാം. മനസ്സിലാകുന്നില്ലേ? അടുത്തൊരു കാര്യം, നമ്മൾ തവാഫ് ചെയ്യാൻ തുടങ്ങി, ഈ പറഞ്ഞ അദ്കാറുകളൊക്കെ പാലിച്ച് അള്ളാഹുവിനെ സ്മരിച്ച് ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് തവാഫിന്റെ എണ്ണത്തിൽ സംശയം വന്നു. 3 ആണോ 4 ആണോ? അവിടെ എന്താ സ്വീകരിക്കേണ്ടത്? ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ ഈ മസലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടെങ്കിലും അവസാനം ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് ഇജ്മാഉ ഉദ്ധരിച്ച ഒരു മസല കണ്ടു. അതുകൊണ്ട് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞു, എണ്ണത്തിൽ സംശയം കണ്ടാൽ ഏറ്റവും ഉറപ്പുള്ള എണ്ണം എത്രയാണോ അത് സ്വീകരിക്കുക. ഇപ്പൊ നമുക്ക് 3 ആണോ 4 ആണോ എന്ന് സംശയം വന്നാൽ 3 സ്വീകരിക്കുക. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ഒരു സംസാരത്തിൽ വന്നതായി കാണാം, നമുക്ക് കൂടുതൽ സാധ്യത തോന്നുന്നത് സ്വീകരിക്കുക. പക്ഷേ ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് ഇജ്മാഉ ഉദ്ധരിച്ചു. ഇജ്മാഉ തെളിവാണ്. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണോ നമുക്ക് ഉറപ്പുള്ളത് അത് സ്വീകരിക്കുക എന്ന് ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ ഇജ്മാഉ ഉദ്ധരിച്ചതായി അദ്ദേഹത്തിന്റെ അൽ ഇഷ്റാഫ് എന്ന കിതാബിൽ നമുക്ക് കാണാം. അത് നമുക്ക് സംശയം വന്നാലാണ്. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഉംറക്ക് പോവാണ്, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, 2 ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും.
രണ്ടാളുകൾ ഉംറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സംശയം വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾക്ക് സംശയം വന്നു, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാഹ് വിഷയത്തിൽ പറയുകയാണ്, വലൗ ഇഖ്തലഫ ത്വായിഫാൻ, രണ്ടാളുകൾക്ക് സംശയം വന്നാൽ ഖാല അതാ ഇബ്നു അബി റബാഹ്, അതാ ഇബ്നു അബി റബാഹ് പറഞ്ഞു, യഅഖുദു ബിഖൗലി സാഹിബിഹി അല്ലദീ ലാ യശുക്, അവന്റെ കൂടെയുള്ള ആൾക്ക് സംശയമില്ലെങ്കിൽ അവന്റെ വാക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അപ്പൊ അവൻ പറയാണ്, ഇപ്പൊ നമുക്ക് സംശയം 3 ആണോ 4 ആണോ, കൂടെയുള്ളവൻ പറയാണ് 4 ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുക, അവന് സംശയമില്ലെങ്കിൽ. ഈ മസലയുടെ പ്രാധാന്യം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇബാദത്തിൽ മറ്റൊരാളുടെ വാക്ക് പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു മസലയുണ്ട്. നമ്മുടെ ഇബാദത്തിൽ മറ്റൊരാളുടെ വാക്ക് പരിഗണിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ലാഹ് നമുക്ക് ആ വിഷയം പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് 2 ആളുകൾക്ക് സംശയം വന്നാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് സംശയമുണ്ട് ഒരാൾക്ക് ഉറപ്പാണെങ്കിൽ, നിങ്ങൾ അയാളുടെ അഭിപ്രായം സ്വീകരിക്കുക. ഇതാരാ പറഞ്ഞത്? അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ലാഹ്. തയ്യിബ്, ഇങ്ങനെ 7 റൗണ്ട് നമ്മൾ നടക്കുക. 7 റൗണ്ട് നമ്മൾ നടക്കുക. 7ാമത്തെ റൗണ്ട് എവിടെയാണ് അവസാനിക്കുന്നത്? ഹജറുൽ അസ്വദിന്റെ അവിടെ. ഹജറുൽ അസ്വദിന്റെ അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സുന്നത്ത് എന്താണ്? 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഔഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തു. ഫതാഫ ബിൽ ബൈത്ത്, ശേഷം ഉംറയിൽ തവാഫ് നിർവഹിച്ചു. വസല്ല ഖൽഫൽ മഖാമി റക്അതൈൻ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഔഫ റളിയല്ലാഹു അൻഹു പറയുന്നു. തയ്യിബ്, ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത്, മഖാമു ഇബ്രാഹിം എന്നതിന് 2 ഉപയോഗങ്ങളുണ്ട് ശറഇൽ. ഫുഖഹാക്കൾ മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഉദ്ദേശം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ അവിടെ കാണുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദമുണ്ട് എന്ന് പറയുന്ന ഭാഗം മഖാമു ഇബ്രാഹിം. മറ്റൊന്ന്, അവിടെയുള്ള ആ ഭാഗവും അതിനോട് ചേർന്ന ഭാഗങ്ങൾക്കൊക്കെ എന്ത് പറയും? കഅബയൊക്കെ മഖാം ഇബ്രാഹിമിൽ പെടും. കഅബക്കും മഖാം ഇബ്രാഹിം എന്ന പ്രയോഗം ഫുഖഹാക്കൾ പറയാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രം. നമുക്കിവിടെ ബന്ധമുള്ളത്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് തവാഫിന് ശേഷം. ഇന്നൊരാൾ മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി നിസ്കരിച്ചാൽ അത് മതിയാവോ? മതിയാവോ? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ്. ഇന്നൊരാൾ തവാഫിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെയാണെങ്കിൽ മതിയാകും. എന്തുകൊണ്ട് മതിയാകും? മഖാം ഇബ്രാഹിം നബിയുടെ കാൽപാദമാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അതിന്റെ മുന്നിൽ നിന്ന് പോയി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. എന്തുകൊണ്ടാണ് ശരിയാകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. എവിടെയാ സുന്നത്ത്? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ അല്ലേ? പക്ഷെ ഇന്നൊരാൾ മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ പോയി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. കാരണം ഇന്ന് മഖാം ഇബ്രാഹിം ഉള്ള സ്ഥാനത്തല്ല അതിന്റെ യഥാർത്ഥ സ്ഥാനം. മഖാം ഇബ്രാഹിം എന്തിനുപയോഗിച്ചതാണ്? കഅബ പണിയാൻ. ഇത്ര ദൂരെ വെച്ചിട്ടാണ് അവിടെ കഅബ പണിയുക. മഖാം ഇബ്രാഹിം കഅബയോട് അടുത്തായിരുന്നു. അത് പിന്നീട് പിറകോട്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരാൾ അതിന്റെ മുന്നിൽ പോയി നിസ്കരിച്ചാലും ആ നിസ്കാരം മതിയാകുന്നതാണ്. ആ നിസ്കാരം അവൻ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിച്ചവനായിട്ടാണ് പരിഗണിക്കപ്പെടുക. തയ്യിബ്, അപ്പോൾ ഇവിടെ തവാഫ് കഴിഞ്ഞ ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ പോയി നിസ്കരിക്കുക. മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീഅത്ത് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതികളാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. ആ കാലഘട്ടത്തിൽ മഖാം ഇബ്രാഹിം കഅബയോട് ചേർന്നുകൊണ്ടായിരുന്നു. തയ്യിബ്, അപ്പോൾ കഅബയുടെ പിന്നിൽ അല്ലെങ്കിൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നമ്മൾക്ക് ഇന്ന് നിസ്കരിക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് ഇന്നങ്ങനെ നിസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നത് സാധ്യത കുറവാണ്, കാരണം പലപ്പോഴും അവിടെ തിരക്കുണ്ടാവും. തിരക്കിനിടയിൽ അവിടെ പോയി നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? മസ്ജിദിൽ എവിടെയാണോ നമുക്ക് സാധിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കുക. അവിടെ പോയി നിസ്കരിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ചില ആധാറുകളിൽ വന്നിട്ടുണ്ട്, മസ്ജിദുകളിൽ നമുക്ക് നിസ്കരിക്കാൻ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യപ്പെട്ടിട്ടില്ല എങ്കിൽ, നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നാൽ പുറത്തു പോയിട്ടാണെങ്കിലും നിസ്കാരം അനുവദിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരുടെ സംസാരങ്ങളിൽ കാണാം. പക്ഷെ ഏറ്റവും നല്ലത് മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് നിന്ന് നിസ്കരിക്കലാണ്. കാരണം അതിനുശേഷം നമുക്ക് സഈ ചെയ്യാനൊക്കെ ഉണ്ട്.
പക്ഷേ ഈ ഒരു മസല വരുന്നത് എപ്പോഴാണ്? കേവലം സുന്നത്തായി ഒരാൾ തവാഫ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു, അതിനുശേഷം സഅയ് ഒന്നുമില്ല. പിന്നെ അയാൾ ഹറമിന്റെ അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയി നിസ്കരിക്കാമോ? പറ്റുമെന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. ചില ആധാറുകളിൽ അങ്ങനെ വന്നതായി കാണാം. പക്ഷെ അടിസ്ഥാനം മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. തയ്യിബ്, അങ്ങനെ തവാഫ് പൂർത്തീകരിച്ചു, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? സംസം കുടിക്കുക. അതിനു മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിരിക്കുന്ന കാര്യമാണ്. ഏകദേശം എന്റെ അറിവിൽ എല്ലാ ഉലമാക്കളും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ പല ആളുകളും അത് ചെയ്യുന്നത് കാണുന്നത് വളരെ കുറവാണ്. ഹജറുൽ അസ്വദിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് അതിന് നേരെ ആംഗ്യം കാണിക്കുക. 7ാമത്തേത് പൂർത്തീകരിച്ചു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ ഹജറുൽ അസ്വദിലേക്ക് തിരിച്ചു വരികയും അത് ആംഗ്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. സുമ്മ റജഅ ഇല റുക്നി ഫസ്സലമഹു. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അത് സുന്നത്താണെന്നതിൽ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അത് സുന്നത്താണെന്നതിൽ ഇജ്മാഅ് ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ചെയ്ത ആളുകൾ കുറവായിരിക്കും. അത് സുന്നത്താണ്, സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഹജറുൽ അസ്വദിന്റെ നേരെ വന്നു. ചില ഉലമാക്കൾ പറഞ്ഞു അവിടെ സുന്നത്ത് കേവലം ആംഗ്യം കാണിക്കൽ മാത്രമാണ്, അത് മുത്തിയാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നതിൽ അഭിപ്രായ മുത്തിയാൽ പ്രശ്നമില്ല എന്നും മുത്തുന്നത് സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നിരുന്നാലും അല്ലാഹു അലം, ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് കേവലം ആംഗ്യം കാണിക്കുക എന്നുള്ളതാണ്. അത് സുന്നത്താണ്. ആ വിഷയത്തിൽ ഇജ്മാഅ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തയ്യിബ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഫയിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയിൽ എന്താ ചെയ്യുക? സംസം വെള്ളം കുടിക്കുക. പോകുന്നതിനിടയിൽ സംസം വെള്ളം കുടിക്കുക. طيب, അപ്പോൾ തവാഫ് പൂർത്തീകരിച്ച ശേഷം ഈ പറഞ്ഞ 2 റക്അത്ത് നിസ്കരിക്കുകയും പിന്നെ ഹജറുൽ അസ്വദിന്റെ അരികിൽ പോയി അതിന് നേരെ ആംഗ്യം കാണിക്കുകയും പിന്നീട് സംസം വെള്ളം കുടിക്കുകയും ചെയ്യുക. സംസം വെള്ളം കുടിക്കുമ്പോൾ അത് തലയിൽ ഒഴിക്കുക എന്നുള്ളതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. തലയിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നതാണ്. അദ്ദേഹം അത് കുടിക്കുമ്പോൾ എന്ത് പറയാറുണ്ട്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. മനസ്സിലായോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. തയ്യിബ്, അത് ഒരു വ്യക്തി അതിന്റെ തർത്തീബിൽ വ്യത്യാസം വന്നാലും പ്രശ്നമില്ല. ഇപ്പൊ തവാഫിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ സംസം വെള്ളം കുടിച്ചു, പിന്നീട് ഹജറുൽ അസ്വദിന് നേരെ വന്ന് ആംഗ്യം കാണിച്ചു പോവുകയാണെങ്കിൽ അതും അനുവദിക്കപ്പെടുന്നതാണ്. തയ്യിബ്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. സഈനാണ്. സഈന് വേണ്ടിയിട്ട് നമ്മൾ പോകും. സഈ എന്നുള്ളത് ജബൽ അബി ഖുബൈസിന്റെ ഒരു ഭാഗമാണ്. അതൊരു പഴയ മലയായിരുന്നു. അല്ലെങ്കിൽ സഫയിലേക്ക് പോവുക സഈന് വേണ്ടി. സഫ എന്നുള്ളത് ജബൽ അബി ഖുബൈസിന്റെ ഒരു ഭാഗമാണ്. അതും ഒരു പർവ്വതമായിരുന്നു, ഒരു ചെറിയൊരു മലയായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ അധിക ഭാഗങ്ങളും ഇന്നില്ല. ചെറിയൊരു ഭാഗം മാത്രമാണ് സഫയിൽ നിന്ന് ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ സഫയിലേക്ക് നമ്മൾ വരുന്നു സഈ ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു റമൽ നമുക്ക് നിശ്ചയിക്കപ്പെടാനുള്ള കാരണം ശത്രുക്കൾ ഇസ്ലാമിനെതിരിൽ ആരോപണം കൊണ്ടുവന്നപ്പോഴാണ്. എല്ലാവരും ബലഹീനരായി എന്ന് പറഞ്ഞപ്പോൾ സഈ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ താമസിപ്പിക്കുകയും പിന്നീട് യാത്ര പോവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വെള്ളമില്ലാതെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഹാജർ അലൈഹിസ്സലാം 7 തവണ ഓടിയതിനെ തുടർന്നാണ് സഈ നമുക്ക് നിശ്ചയിക്കപ്പെട്ടത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? തയ്യിബ്. അങ്ങനെ നമ്മൾ സഫയിലേക്ക് എത്തി. സഫയിലേക്ക് വന്നു. അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അവിടെ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ആ മസ്അല നിങ്ങൾ മനസ്സിലാക്കുക. ചില ഉലമാക്കൾ പറഞ്ഞു സഫയിലെത്തിയാൽ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന ആയത്ത് ഓതണം. പക്ഷേ ഈ ആയത്ത് അത് ഓതുന്നത് സുന്നത്താണോ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് ജനങ്ങളെ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണോ? ഏതുപോലെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന ഖുർആനിലെ ആയത്ത് ഓതി. അപ്പൊ അവിടെ നിങ്ങൾ നിസ്കരിക്കുക എന്നൊരു സൂചനയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയതാണോ? അതല്ല അത് നമ്മൾ പറയൽ തന്നെ സുന്നത്താണോ? അത് സഫയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ഉലമാക്കൾ പറഞ്ഞു എല്ലാവരും അവിടെ എത്തിയാൽ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് പറയണം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു എല്ലാവരും പറയേണ്ടതില്ല, മറിച്ച് ജനങ്ങൾ അങ്ങനെ ചെയ്യാൻ ഖുർആനിൽ വന്നിരിക്കുന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാണ്. രണ്ടഭിപ്രായം ഉലമാക്കൾക്കിടയിലുണ്ട്. അല്ലാഹു അലം ശരിയായി മനസ്സിലാക്കുന്നത് ഓതേണ്ടതില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേവലം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്നത് കേവലം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ മുമ്പ് അത് ഓതണം എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പഴയ കാലഘട്ടത്തിലെ ഫിഖഹിന്റെ പല ഗ്രന്ഥങ്ങളിലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള പരാമർശം കുറവാണ്, അല്ലെങ്കിൽ അത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു അലം അത് ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത് അങ്ങനെ ഓതേണ്ടതില്ല എന്നതാണ്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്നത് അവിടെ എത്തിയാൽ ഓതേണ്ടതില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഓതിയത്. അങ്ങനെ നമ്മൾ സഫയുടെ അരികിലേക്ക് വന്നു. ഇന്ന് എങ്ങനെയാ സഫ നിലനിൽക്കുന്നത്? നിങ്ങളെല്ലാവരും പോയവരാണ്. ഒരു ഭാഗത്ത് ചെറിയൊരു കയറ്റമുണ്ട്, സഫയുടെ ഒരു ഭാഗത്ത് കയറ്റമുണ്ട്, പിന്നെ ഇറക്കം, പിന്നെ മറവയിൽ ഒരു കയറ്റം. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുക. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം സഫയുടെ മുകളിലേക്ക് ആ കയറ്റമുള്ള ഭാഗത്തേക്ക് കയറി നിൽക്കുക. അതിനു മുമ്പ് ഒരു കാര്യം, ആ രണ്ട് ഭാഗത്തും മറവയിലാണെങ്കിലും സഫയിലാണെങ്കിലും ആ കയറ്റത്തിലേക്ക് കയറുന്നതിന്റെ ഹുക്കം എന്താണ്? സുന്നത്താണ്. ഇന്ന് വീൽ ചെയർ പോകുന്ന ഒരു ഭാഗമുണ്ടല്ലോ, താഴ്ഭാഗം മാത്രം, അതാണ് വാജിബായ ഭാഗം. അതിന് മുകളിലേക്ക് രണ്ട് ഭാഗത്തും കയറുക എന്നുള്ളത് സുന്നത്താണ്. അതാണ് ഏറ്റവും നല്ലത്. കയറാൻ ശ്രമിക്കണം, പക്ഷേ അത് സുന്നത്താണ്. ഇനി അവിടെ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട സുന്നത്തായ രൂപം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സഫയുടെ ആ മുകൾ ഭാഗത്ത് കയറുക. പിന്നീട് കഅബക്ക് മുന്നിടുക, കഅബ നോക്കുക. കഅബ ഇന്ന് കാണാൻ സാധിക്കും. പഴയ കാലഘട്ടത്തിൽ അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിലും നല്ലൊരു ഭാഗം, കഅബയുടെ ഭാഗം കാണാൻ സാധിക്കും. ഇനി ഒരു വ്യക്തിക്ക് അവിടെ തിരക്ക് കാരണത്താൽ അതിനിടയിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് അവിടെ നിൽക്കുക. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതായി കാണാം. ഫബദഅ ബിസ്സഫ, അദ്ദേഹം സഫ കൊണ്ട് ആരംഭിച്ചു. ഫറഖിയ അലൈഹി, അതിന് മുകളിലേക്ക് അദ്ദേഹം കയറി. ഹത്താ റഅൽ ബൈത ഫസ്തഖ്ബലൽ ഖിബ്ല, കഅബ നോക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന ശേഷം, കഅബ നോക്കി നിന്ന ശേഷം ആദ്യം എന്ത് പറയുക? അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇത് ശരിക്കും ശ്രദ്ധിക്കണം, പല ആളുകൾക്കും ഈ ദിക്ർ അറിയില്ല. അല്ലാഹു അക്ബർ എന്നൊരു തവണ പറയുക. പിന്നെ ചില റിവായത്തുകളിൽ 3 തവണ എന്ന് വന്നിട്ടുണ്ട് ഇബ്നു മാജയുടെ അരികിലൊക്കെ. പക്ഷെ അല്ലാഹു അലം അധിക റിവായത്തുകളിലും ഒരു തവണയാണ്. അല്ലാഹു അക്ബർ എന്നൊരു തവണ പറയുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചില കിതാബുകളിൽ, അദ്കാറുകൾ പഠിപ്പിക്കുന്ന കിതാബുകളിൽ യുഹ്യി വയുമീത്ത് എന്നുണ്ട്. അത് അതിവിടെ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറയും.
അപ്പൊ നമ്മൾ അവിടെ കയറി ഖിബലക്ക് മുന്നിട്ട് നിന്നു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, ഈ ദിക്ർ ഒരു തവണ പറയുക. പിന്നെ എന്ത് ചെയ്യണം? ദുആ ചെയ്യുക, ദീർഘമായി ദുആ ചെയ്യുക. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ആധാറുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹകം എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ ഇബ്രാഹിം റഹിമഹുല്ലയോട് പറഞ്ഞു, അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ അൽ ഹാരിസിനെ സഫയുടെ മുകളിൽ നിന്ന് 120 ആയത്ത് ഓതുന്ന സമയം അത്രയും അദ്ദേഹം ദുആ ചെയ്യുന്നതായി ഞാൻ കണ്ടു. 120 ആയത്ത് ഓതുന്ന അത്ര സമയം ദുആ ചെയ്യുന്നതായി ഞാൻ കണ്ടു എന്ന് ഇബ്നു അബീ ശൈബ റഹിമഹുല്ല പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും 120 ആയത്ത് ഓതേണ്ട സമയപരിധി അല്ലെങ്കിൽ അത്രയും അധികം സമയം സലഫുകളിൽപ്പെട്ടവർ ദുആ വർദ്ധിപ്പിച്ചിരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം, ഇന്ന് ചില ആളുകൾ പോകും, എന്നിട്ട് എന്താ പറയാ, അരമണിക്കൂർ കൊണ്ട് ഉംറ തീർത്തു, എന്തോ നല്ല കാര്യം ചെയ്തതുപോലെ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റി. വലിയ കാര്യമൊന്നുമല്ല. നല്ല സമയമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണത. അപ്പൊ നമ്മളവിടെ ചെന്ന് ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ദിക്ർ പൂർത്തിയായി പറയുക, പിന്നെ ദുആ ചെയ്യുക, പിന്നെ വീണ്ടും നമ്മൾ ദിക്ർ പറയുക, പിന്നെ വീണ്ടും ദീർഘമായി ദുആ ചെയ്യുക, പിന്നെ വീണ്ടും ദിക്ർ പറയുക. ഇപ്പൊ 3 തവണ ദിക്ർ പറയണം, അതിലാർക്കും തർക്കമില്ല. മൂന്നാമത്തെ ദിക്റിന് ശേഷം ദുആ വേണോ വേണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. പക്ഷെ അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ ദിക്റിന് ശേഷം ദുആ ഇല്ല എന്നതാണ്. ദുആ ഇല്ല എന്നതാണ്. ഇനി ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ എതിർക്കപ്പെടേണ്ടതല്ല. കാരണം ഹദീസുകളിൽ നേർക്കുനേർ ഇങ്ങനെ ചെയ്യണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ദിക്റാ പറയേണ്ടത്. ദിക്ർ, ദുആ, പിന്നെ ദിക്ർ, പിന്നെ ദുആ, പിന്നെ ദിക്ർ, അതിനുശേഷം ദുആ പറയാമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് 2 തവണയാണ് ദുആ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ 3 തവണ ദിക്റും 2 തവണ ദുആയും. 3 തവണ ദിക്ർ, 2 തവണ ദുആ. അതുപോലെ തന്നെ സഫയിൽ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തി ദുആ ചെയ്യുക. കൈ ഉയർത്തി ദുആ ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹജ്ജിന്റെ സാഹചര്യത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല സഫയിൽ ദുആ ചെയ്യുന്നത്. പക്ഷേ മക്ക ഫതഹിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് ശേഷം മക്കയിലേക്ക് വന്നപ്പോൾ തവാഫ് ചെയ്യുകയും സഫയുടെ മുകളിൽ കയറി കൈ ഉയർത്തി ദുആ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. കൈ ഉയർത്തി ദുആ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറച്ചധികമായി. അങ്ങനെ സഫയുടെ മുകളിൽ മനസ്സിലായല്ലോ. സഫയുടെ മുകളിൽ നമ്മൾ ഇത് പൂർത്തീകരിച്ച ശേഷം എവിടേക്ക് പോകും? മർവയിലേക്ക് പോകും. നമ്മൾ ഇറങ്ങി നടക്കുക. ആ വിഷയത്തിലൊക്കെ എല്ലാ വിഷയത്തിലും ഹദീസുകളുണ്ട്. ഏത് ഹദീസാണ്? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. ആ ഒരു ഓർമ്മ വെക്കുക. നമ്മൾ അന്ന് പറഞ്ഞു ഹജ്ജിന്റെ വിഷയത്തിൽ അടിസ്ഥാനം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അപ്പൊ ആ ഹദീസിൽ ഈ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. സമയം കുറവായതുകൊണ്ട് ഹദീസിലെ ലഫ്ളുകൾ വായിക്കുന്നില്ല. സഫയിൽ നിന്ന് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന ശേഷം അവിടെ ബത്നുൽ വാദിയിലെത്തിയപ്പോൾ ഹദീസിൽ കാണാം, ഹത്താ ഇദൻ സബ്ബത് ഖദമാഹു ഫീ ബത്നുൽ വാദി. ബത്നുൽ വാദിയിലെത്തിയപ്പോൾ, ബത്നുൽ വാദി എന്നതുകൊണ്ട് ഉദ്ദേശം ഇന്നത്തെ ആ പച്ച ലൈറ്റ് കൊടുത്തിരിക്കുന്ന സ്ഥലം, ഇന്ന് ആ പച്ച ലൈറ്റ് കൊടുത്തിരിക്കുന്ന സ്ഥലം. അവിടെ എത്തിയാൽ വളരെ വേഗതയിൽ ഓടുക എന്നുള്ളത് സുന്നത്താണ്. റമലിൽ തവാഫ് ചെയ്യുമ്പോഴുള്ള റമലിൽ നമ്മൾ പറഞ്ഞു ഓടുകയാണ് സുന്നത്ത്. അധികം വേഗത കാണിക്കേണ്ടതില്ല. എന്നാൽ സഈൽ ഈ പച്ച നിറത്തിലുള്ള കളർ ആ ഒരു ലൈറ്റ് കൊടുത്തതിനിടയിൽ അതിവേഗതയിൽ ഓടുക എന്നുള്ളത് സുന്നത്താണ്. നല്ല വേഗതയിൽ ഓടുക എന്നുള്ളത് സുന്നത്താണ്. അവിടെ എന്താണ് നമ്മൾ പറയേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ നിറത്തിനിടയിൽ, അവിടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പച്ച നിറം കൊടുത്തതിനിടയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അല്ലാഹുമ്മഗ്ഫിർ വർഹം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം. അല്ലാഹുമ്മ ഇഗ്ഫിർ വർഹം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ഇമാം ബൈഹഖി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന അഥറിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ വർഹം ഇന്നക അൻതൽ അഅസ്സുൽ അക്രം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ അൽ ഫുതുഹാത്തുർ റബ്ബാനിയയിൽ പറഞ്ഞു അത് സ്ഥിരപ്പെട്ടതാണ്. ഈ ദിക്റുകളൊക്കെ എഴുതി വെച്ച് ബുക്ക് പൂട്ടി വെക്കണേ. പഠിക്കണം. പഠിച്ച അടുത്ത ഉംറ മുതൽ നിങ്ങളിത് ചെയ്യണം നിർബന്ധമായിട്ടും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈറ്റ് കൊടുത്ത ആ സ്ഥലത്ത് ബത്നുൽ വാദിയിൽ, ഇന്നത്തെ പച്ച നിറമുള്ള ലൈറ്റ് കൊടുത്ത ഓടേണ്ട ആവശ്യമുണ്ടോ? ഓടേണ്ടതില്ല. സ്ത്രീകൾ അവിടെ ഓടാൻ പാടില്ല.
ഇബ്നുൽ മുൻദിർ റഹിമഹുല്ല ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓടാൻ പാടില്ല എന്ന വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ വെച്ച് ഓടണം. പിന്നെ ആ ഇന്നത്തെ ലൈറ്റ് കൊടുത്തിരിക്കുന്ന ആ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? മർവയിലേക്ക് നടക്കുക. മർവയിൽ ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സഫയിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ആദ്യം ദിക്ർ പറയുക, പിന്നെ ദുആ, പിന്നെ ദിക്ർ, പിന്നെ ദുആ, പിന്നെ ദിക്ർ. അങ്ങനെ മർവയിലും ചെയ്യുക. പിന്നെ വീണ്ടും എന്ത് ചെയ്യുക? സഫയിലേക്ക് വരിക. അങ്ങനെ 7 തവണ ചെയ്യുക. സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2. നിങ്ങൾ എല്ലാവരും ഉംറ ചെയ്തവരായതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടാവില്ല. നാട്ടിലെ ചില സഹോദരങ്ങളൊക്കെ അതിൽ സംശയം ചോദിക്കാറുണ്ട്. ഷാഫിഈ മദ്ഹബിലെ ചില ഉലമാക്കൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2 സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും വന്നാൽ അതൊന്നായി പരിഗണിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അത് ശരിയല്ല. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഇബ്ദ ബിസ്സഫ അല്ലെങ്കിൽ ഇഫ്തതിഹ് ബിസ്സഫ, സഫയിൽ നീ തുടങ്ങുക, വഖ്തിൻ ബിൽ മർവ, മർവയിൽ നീ അവസാനിപ്പിക്കുക. ഇപ്പൊ 2 റൗണ്ടാണ് ഒന്നായി പരിഗണിക്കുന്നതെങ്കിൽ മർവയിലല്ല അവസാനിക്കുക. അതുകൊണ്ട് സഫയിൽ തുടങ്ങുകയും മർവയിൽ അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പൊതുവെ ചില ആളുകൾ ഇബ്നു ഹസ്ം റഹിമഹുല്ലയെ കുറിച്ച് അദ്ദേഹം 2 റൗണ്ട് നടന്നാൽ അതൊന്നായി പരിഗണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയാറുണ്ട്. അത് ശരിയല്ല. ഇബ്നു ഹസ്മിന് അങ്ങനൊരു അഭിപ്രായം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മളുടെ അവസാനം എവിടെയാ തീരുക? മർവയിൽ തീരും. ഇതോടുകൂടി ഹജ്ജിന്റെ അർക്കാനുകൾ എന്തായി? പൂർത്തിയായി. എത്ര റുക്നുകളാണുള്ളത്? ഉംറയുടെ എത്ര റുക്നുകളാണ്? 3 എണ്ണം. ഒന്ന് ഇഹ്റാം, തവാഫ്, സഈ. ഇതോടുകൂടി ഉംറയുടെ റുക്ന് പൂർത്തിയായി. പിന്നെ നമുക്കിവിടെ ബാക്കിയുള്ളത് എന്താണ്? ഒരു വാജിബാണ്. അഥവാ മുടി മുറിക്കുകയോ അല്ലെങ്കിൽ വടിക്കുകയോ ചെയ്യുക എന്നുള്ളത്. ഏറ്റവും അഫ്ളൽ എന്താണ്? വടിക്കുക എന്നുള്ളതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ വൽ ഇജ്മാഉ അലാ അന്നൽ ഹൽഖ അഫ്ളൽ, പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായമാണ് മുടി അല്ലെങ്കിൽ തല വടിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ളതുപോലെ, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, തല വടിച്ചവർക്ക് അല്ലാഹു നീ റഹ്മത്ത് ചെയ്യണം. സഹാബികൾ പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, മുറിച്ചവർക്ക് വേണ്ടിയും താങ്കൾ ദുആ ചെയ്യുക. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ. സഹാബികൾ വീണ്ടും ആവശ്യപ്പെട്ടു, പ്രവാചകരെ മുറിച്ചവർക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യുക. 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി മുറിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ ഈ ഹദീസ് വ്യക്തമാണ്, മുടി അല്ലെങ്കിൽ തല വടിച്ചവർക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണയും ദുആ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇന്ന് പലരും ഒഴിവാക്കിയ സുന്നത്താണ് മുടി മുറിക്കുന്നത്. എവിടെ വെച്ച് മുറിക്കലാണ് ഏറ്റവും അഫ്ളൽ? മർവയിൽ വെച്ച്. കുറച്ചു മുമ്പ് വരെ അതിന് സൗകര്യം കുറവായിരുന്നു, കുറച്ച് പുറത്തേക്ക് നടക്കണം. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ഗവൺമെന്റ് സൗകര്യങ്ങൾ അവിടെയുണ്ട്. മർവയിൽ വെച്ച് മുടി മുറിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖസ്സർതു മിൻ റഅസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ മർവ. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മർവയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിന് മുടി മുറിച്ചു കൊടുത്തു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് അൻ-നവവി സഹീഹ് മുസ്ലിമിന്റെ ശർഹിൽ പറയുന്നു, യുസ്തഹബ്ബു, സുന്നത്താണ്, മുസ്തഹബ്ബാൻ, അൻ യകൂന തഖ്സീറുൽ മുഅ്തമിരി ഔ ഹൽഖുഹു ഇൻദൽ മർവ. മർവയിൽ വെച്ചുകൊണ്ട് മുടി മുറിക്കുകയോ അല്ലെങ്കിൽ വടിക്കുകയോ ചെയ്യുന്നത് സുന്നത്താണ്. ലിഅന്നഹാ മൗദിഉ തഹല്ലുലിഹി, അതാണ് അവന്റെ തഹല്ലുലാകുന്ന സ്ഥലമെന്ന് നവവി റഹിമഹുല്ലാഹ് സഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. ഒരു സുന്നത്തിനെയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ഒരു സുന്നത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചാണ് ചെയ്തത് എന്നറിഞ്ഞാൽ അത് ചെയ്യാൻ നാം ശ്രമിക്കുക. അതുപോലെ തന്നെ മുടി മുറിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാർബറുടെ അരികിൽ പോയി മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും വലത് ഭാഗം മുറിക്കാൻ വേണ്ടി പറയുക. ആദ്യം വലത് ഭാഗം മുറിക്കാൻ വേണ്ടി പറയുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ റമى റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജംറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ ജംറയിൽ കല്ലെറിഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറയുന്നു, നാവലൽ ഹാലിഖ ഷിഖ്ഖഹുൽ ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് ഭാഗം
മുറിക്കാൻ വേണ്ടി ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഹല്ലഖഹു, അങ്ങനെ ആ ഭാഗം വടിച്ചു. ثم دعا أبا طلحة الأنصاري فأعطاه إياه, അബൂ തൽഹയെ വിളിക്കുകയും അദ്ദേഹത്തിന് ആ മുടി നൽകുകയും ചെയ്തു. ثم ناوله الشق الأيسر, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതു ഭാഗം മുറിക്കുകയും ചെയ്തു. മുറിക്കുന്ന ആളുടെ വലതും ഇടതും, ബാർബറുടേതല്ല, ശ്രദ്ധിക്കണം. നമ്മൾ മുറിക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗം ആദ്യം മുറിക്കാൻ ബാർബറോട് നമ്മൾ ആവശ്യപ്പെടുക, അത് സുന്നത്താണ്. താബിഈങ്ങളിൽ നിന്നൊക്കെ അത് വന്നിട്ടുണ്ട്. അവർ മുടി മുറിക്കാൻ പോയാൽ ബാർബറോട് പറയുമായിരുന്നു, ആദ്യം വലതു ഭാഗം മുറിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉംറയിൽ മുടിമുറിക്കുന്നതിൽ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി. പക്ഷേ ഒന്ന് രണ്ട് സംശയങ്ങൾ ചില സഹോദരങ്ങൾ പറഞ്ഞതിന്റെ മറുപടി മാത്രം പറയാം, 1-2 മിനിറ്റ് മാത്രം. ഒന്ന്, ചില സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, എന്നോട് ചിലർ ചോദിച്ചതാണ്, ഉംറ ഇല്ലാതെ അല്ലെങ്കിൽ ഹജ്ജും തവാഫൊന്നും ഇല്ലാതെ, ഹജ്ജും ഉംറയും ഒന്നും ഇല്ലാതെ കേവലം നമ്മൾ മക്കയിലേക്ക് പോകുന്നു. മസ്ജിദുൽ ഹറാമിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് സുന്നത്താണോ അല്ലേ? എന്താണ് ഹുക്മ്? ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചില മശായിഖന്മാരൊക്കെ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നത് ചിലർ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വേറെ ചില ഉലമാക്കൾ അതുണ്ട് എന്ന് പറയുന്നു. അല്ലാഹു അലം, അതാണ് ഏറ്റവും ശരി. തവാഫ് ചെയ്യുന്നില്ലെങ്കിലും ഉംറ ചെയ്യുന്നില്ലെങ്കിലും ഒക്കെ ഹജറുൽ അസ്വദ് ചുംബിക്കുക അല്ലെങ്കിൽ ഇസ്തിലാമ ചെയ്യുക എന്ന് പറയുന്നത്, തൊടുക എന്ന് പറയുന്നത് സഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തവാഫിലാണെങ്കിലും അല്ലാത്ത സാഹചര്യങ്ങളിലാണെങ്കിലും ഹജറുൽ അസ്വദ് സ്പർശിക്കാറുള്ളതായി ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കാറുണ്ട്. ഇത് രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തനമാണോ? അല്ല, പരസ്യമായി ചെയ്യുന്നതാണ്. മക്കയിൽ പോയി ഹജറുൽ അസ്വദ് സ്പർശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മസലകളിൽ ഉലമാക്കൾ പറയും, ഇങ്ങനെ പരസ്യമായ ഒരു പ്രവർത്തനം മറ്റൊരു സഹാബിയും എതിർത്തതായിട്ടും വന്നിട്ടില്ല, ഒരു സഹാബിയും എതിർത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്? തെളിവാണ്. അപ്പോൾ തവാഫില്ലാതെ ഹജറുൽ അസ്വദ് സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. രണ്ടാമത്തെ കാര്യം, നാം മക്കയിലേക്ക് പോയാൽ കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ജാബിർ അള്ളാന്റെ ഹദീസിൽ വന്നതുപോലെ മക്കയിൽ നിസ്കരിച്ചാൽ എത്രയാണ് പ്രതിഫലം? എത്രയാ? 1,00,000 എന്നാണോ ഹദീസിൽ വന്നിരിക്കുന്നത്? അഹ്സൻ, ഹദീസിൽ 1,00,000 എന്നല്ല ഉള്ളത്, 1,00,000-ൽ പരം, അങ്ങനെയാണ് ഹദീസ്. 1,00,000-ൽ പരം, മദീനയിൽ 1000-ൽ പരം. അപ്പൊ അത് എത്രയും ആവാം, 1,00,000 എന്നുള്ളതല്ല, 1,00,000-ൽ പരം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് സുന്നത്ത് നിസ്കാരങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അത് നമ്മൾ മസ്ജിദുൽ ഹറാമിൽ തന്നെ ആയിരിക്കണമെന്നില്ല. ഹറമിന്റെ പരിധിയിലാണ് റൂം എടുക്കുന്നതെങ്കിൽ റൂമിൽ വെച്ചും സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം ഹറം എവിടെ വെച്ചാണെങ്കിലും ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. മസ്ജിദുൽ ഹറാമിൽ തന്നെ വേണമെന്നില്ല. എന്താണ് അതിന്റെ തെളിവ്? ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം ഹറമിൽ പരിപൂർണമായി ആ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. അതിന്റെ തെളിവ് നിങ്ങൾക്ക് ചുരുക്കി പഠിക്കാൻ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഹറമു കുല്ലുഹു അൽ മസ്ജിദുൽ ഹറാം. ഹറമു പരിപൂർണമായി മസ്ജിദുൽ ഹറാമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു സൻജോയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ അംവാലിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹറമു പരിപൂർണമായും മസ്ജിദുൽ ഹറാമാണ്. അതുകൊണ്ട് എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹറമിലുള്ള നന്മകൾ, ഏത് നന്മകളാണെങ്കിലും, നിസ്കാരത്തിന് പുറമെ ഏത് നന്മകൾ ഒരാൾ ഹറമിൽ വെച്ച് ചെയ്താലും അതിന്റെ പ്രതിഫലം ഇരട്ടിയായി ലഭിക്കും, അല്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിൽ ലഭിക്കുന്നതിനേക്കാളും അധികം ലഭിക്കും. എന്താണ് തെളിവ്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അമലു ഫീഹി അഫ്ളൽ. ഹറമുകളിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൂടുതൽ പുണ്യമുള്ളതാണ്. ഇപ്പൊ 2 സഹാബികളുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഇബ്നു അബ്ബാസ്, അദ്ദേഹം പറയുന്നു ഹറമ് പരിപൂർണമായി മസ്ജിദുൽ ഹറാം പോലെ തന്നെയാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ്, അദ്ദേഹം പറയുന്നു ഏത് സൽക്കർമ്മം ചെയ്താലും അതവിടെ പുണ്യമുള്ളതാണ്, എന്ന് ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാപങ്ങൾ അവിടെ വെച്ച് ചെയ്താൽ അതിന്റെ ശിക്ഷ അധികമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട്
ഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറഞ്ഞതായി കാണാം, പല സഹാബികളും ഹറമിന്റെ അകത്ത് താമസിക്കാൻ മടിച്ചിരുന്നു. തെറ്റുകൾ സംഭവിച്ചു പോയാൽ പാപങ്ങൾ ഇരട്ടിയാക്കപ്പെടുമോ എന്ന ഭയത്താൽ പല സഹാബികളും ഹറമിനകത്ത് താമസിക്കുന്നത് മടിച്ചിരുന്നു എന്ന് ഇബ്നു റജബ് അൽ ഹംബലി ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറയുന്നതായി നമുക്ക് കാണാം. ഇതാണ് ഇന്നത്തെ ദർസിന്റെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും. മനസ്സിലായില്ല? ഇല്ല, മദീനയിൽ മസ്ജിദ് നബവിയിൽ മാത്രമേ ഉള്ളൂ. മക്ക ഹറമില് ആ പ്രതിഫലം കേവലം പള്ളിയിൽ മാത്രമാണോ ഹറം ഫുള്ളാണോ എന്നുള്ളതിൽ വലിയ തർക്കമുണ്ട്. നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അത് മസ്ജിദുൽ ഹറാമിൽ മാത്രമാണെന്ന് പറഞ്ഞവരുണ്ട്. ഓർമ്മയിൽ മുഹിബത്ത് തബരി, അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തുള്ള തെളിവുകൾ വെച്ച് ഒരാളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത് സാധിക്കും. അത്രയും ശക്തമായ തെളിവുകളാണ്. പക്ഷേ അല്ലാഹു അലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് വലിയൊരു ആശ്വാസമാണ്. അതാണ് അള്ളാഹുവിന്റെ ഫളലിനോട് കൂടുതൽ യോജിക്കുന്നത്. മക്കയിൽ എവിടെ വെച്ച്, ഹറമിൽ എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ പ്രതിഫലമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ മദീനത്ത് അങ്ങനെയില്ല. എല്ലായിലും റുക്നുൽ യമാനി നമ്മുടെ എല്ലാ ഷൗത്തിലും എല്ലാ റൗണ്ടിലും റുക്നുൽ യമാനി സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചില മശായിഖുമാരോട് ചോദിച്ചപ്പോൾ അതിൽ പഠനങ്ങൾ നടത്തുകയും അത് പറ്റുമോ എന്നുള്ളതാണ് ലജ്നന്റെ ഫത്വ. ആദ്യം അങ്ങനെ ചില ഫത്വകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ അതിൽ ശരിയല്ല എന്നുള്ളത്. എങ്ങനെ? അല്ല, അവിടെ ആ ഗവൺമെന്റ് ഇപ്പൊ തുടങ്ങിയതിൽ പഠിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിങ് ഉള്ളു. വടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുറത്തേക്ക് പോവാം, പ്രശ്നമില്ല. ഇല്ല, ആവശ്യമില്ല. ഒരു വശം ചെയ്താൽ മതി. ഏറ്റവും അഫ്ളല് വടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരാൾ മുറിച്ചാൽ അത് മതിയാകുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ചില ശാഫിഈ മദ്ഹബിന്റെ ആളുകളൊക്കെ ചെയ്യാറുള്ളത് എന്താ, കുറച്ച് മാത്രം മുറിക്കും, കുറച്ച് ഭാഗങ്ങൾ മാത്രം മുറിക്കും. അത് മതിയാകുമെന്ന് നല്ലൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം എടുത്ത് കുറച്ച് മുറിക്കും, എല്ലാ ഭാഗത്തും ഇല്ലാതെ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് മുടി എടുക്കും. അത് ചില പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതൊക്കെ വടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ അമല് ശരിയല്ല, ബാത്തിലാണെന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതാണ് ഏറ്റവും അഫ്ളല്, ഇത് അഫ്ളലാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് ഹാഫിദ് നവവി. പക്ഷേ മറ്റുള്ളവരുടെ ഇബാദത്തുകൾ ബാത്തിലാക്കുന്നത് കൂടുതൽ ഗൗരവമുള്ള വിഷയമാണ്. പറഞ്ഞുണ്ടോ? طيب سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.